ജീവനത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജീവനത്തിൽ നമ്മോടൊപ്പം അതിഥിയെ എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കേരളക്കരയുടെ സ്വന്തം വാവ സുരേഷാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ആദ്യം തന്നെ സുരേഷ് ചേട്ടനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വാവ സുരേഷ് എന്നുള്ളൊരു ക്യൂട്ട് നെയിം അതെങ്ങനെയാണ് വന്നത്? എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. പല സ്ഥലത്തും പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഞാൻ ഒരുപാട് അവയർനെസ് ക്യാമ്പുകൾ ചെയ്യാറുണ്ട്, അവയർനെസ് ക്ലാസ്സുകൾ ഇപ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചേട്ടാ ഈ വാവ എന്ന് പറഞ്ഞ പേര് എങ്ങനെ കിട്ടി? സത്യം പറഞ്ഞാൽ അത് അമ്മ വിളിച്ചിരുന്ന പേരായിരുന്നു. അമ്മയും എൻ്റെ നാട്ടുകാർക്ക് ആർക്കും ഇപ്പോഴും എൻ്റെ സുരേഷ് എന്നുള്ള പേര് ഈ അടുത്താണ് അറിയാമെന്നുള്ളത്. എല്ലാവരും വിളിച്ച വാവയെന്ന് വിളിച്ച് ആ പേര് പ്രസിദ്ധമായി. പിന്നെ അത് സ്കൂളിലെ പേര് സുരേഷ് എന്നുള്ള എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ സഹപാഠികൾക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ആണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് PK രാജൻ, പൂരക്കാട്ട് രാജൻ എന്നറിയപ്പെടുന്ന എൻ്റെ ഒരു കൗമുദിയുടെ ഒരു ലേഖൻ ചേട്ടനുണ്ട്. അദ്ദേഹമാണ് പറഞ്ഞത്, സുരേഷ് നമുക്കൊരു കാര്യം ചെയ്യാം. അദ്ദേഹത്തിൻ്റെ തമാശ കൗതുകമായിരുന്നു. പാമ്പിനെ കണ്ട് പേടിക്കുമ്പോൾ ആൾക്കാർ വിളിക്കുന്നത് വാ വാ സുരേഷ് എന്ന്. അങ്ങനെ കോമഡിയാക്കി ഇട്ടതാണ് ഒരുമിച്ച് ഈ പേരായത്. എന്തായാലും അന്നത് തമാശയായിട്ട് പുള്ളി ചെയ്തതാണ്. പക്ഷേ ഇന്നത് എന്താ പറയുക, അമ്മ വിളിച്ചിരുന്ന പേരും സ്കൂൾ പേരും കൂടി ചേർത്ത് ഒരുമിച്ചായപ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷം. ഈ പേരിൽ വേറെ ആരുമില്ല. ഇത്രയും കുട്ടികൾ ഇന്നലെ എനിക്ക് സന്തോഷം നീളെ കവടിയാറിൽ ഒരു രാത്രിയിൽ 7:30 മണിക്ക് പറഞ്ഞാലും വിജാനും എൻ്റെ ഈ ഓട്ടോ സുഹൃത്തുമാണ് തട്ടിൽ ചാവടിക്കാൻ ഇറങ്ങി. ഒരു കൊച്ചുമോള് എന്തൊരു വെറൈറ്റി പേരാണ് മോളുടെ പേര്. മോള് UKG മറ്റാണ്. മോള് അമ്മയെ വിളിച്ചിരിക്കുന്നത് അമ്മ താന്ന് എന്ന് പറയുന്നുണ്ടായിരുന്നു. അമ്മ വാവ സുരേഷാണ്. അപ്പോൾ കുട്ടികൾ പോലും ആ പേര് ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ സ്റ്റീവ് റിവിൻ സാർ പോലെ അല്ലെങ്കിൽ അതിനേക്കാളും പ്രസിദ്ധമായ ആൾക്കാർ ലോകത്തുണ്ടായിരുന്നിട്ടും നമ്മുടെ കൊച്ചു കേരളത്തിൽ നാട്ടിൻപുറത്ത് കാരണം എന്നെ ഇത്രയും ആൾക്കാർ തിരിച്ചറിയുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷം. അത് ആ പേരായതുകൊണ്ട് ഒരിക്കലും. അത് മാത്രമല്ല, ഈ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കും വാവ സുരേഷിനെ അറിയാം. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പാമ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയുള്ള ഒരു ഘടകമാണ്. അങ്ങനെ ആ പാമ്പിനെ എല്ലാവർക്കും ഭയമാണ്, പറയുമ്പോൾ തന്നെ പേടിക്കുന്ന കുറേ അധികം കുട്ടികൾക്ക് പ്രത്യേകിച്ച്. പക്ഷെ വാവ സുരേഷ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? പേര് കേൾക്കുന്ന പോലെയല്ല, പാമ്പ് എന്ന് കേൾക്കുമ്പോഴല്ല പേടി ഉണ്ടാകുന്നത്. നമ്മുടെ പൂർവികർ പറഞ്ഞ കഥകൾ, പിന്നെ ഇന്നും പലരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന മണ്ടത്തരങ്ങളായ കഥകൾ കേട്ടിട്ടാണ് കുട്ടികൾക്ക് പേടിയുണ്ടാകുന്നത്. പാമ്പിനെ അതിപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ പല സ്ഥലത്തും കാണാൻ കഴിയുന്നത്. ഒരുപാട് എനിക്ക് എൻ്റെ അടുത്ത് പരാതിയായിട്ട് പറഞ്ഞൊരു കാരണം, ഒരു പാമ്പിനെ പിടിക്കാനായിട്ട് ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് പാമ്പിനെ പിടിക്കാനായിട്ട് അവരെ മൊബൈൽ എടുക്കാൻ സ്വന്തം, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു പാമ്പ് വന്നാൽ നിങ്ങൾ മൊബൈൽ എടുക്കാൻ പാടില്ല എന്ന് ഒരിക്കലും ഒരു നിയമം. നമുക്കിന്ന് പോലീസ് സ്റ്റേഷനകത്ത് കയറി നമുക്ക് വീഡിയോ എടുക്കാൻ നിയമമുള്ള കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിലൊരു വൈൽഡ് ആനിമൽസ് ഏതെങ്കിലും വന്നാൽ അതിന് നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒരിക്കലും തടസ്സമില്ല. ആർക്കും എടുക്കാം, മാറി നിൽക്കാൻ ആർക്കും പറയും. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ പ്രോഗ്രാമിന് വേണ്ടി എടുക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞത് എടുക്കരുത്, ഞങ്ങൾക്കത് പ്രധാനപ്പെട്ടാണ്. അല്ലാതെ നമുക്ക് പിന്നെ ഞങ്ങളത് കഴിയുമ്പോൾ അവർക്ക് ഷൂട്ട് ചെയ്യാനുള്ള അവസരം ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആൾക്കാർ പലരും എന്നെ പറയും, ഇനി ഞങ്ങളെ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ തല്ലിക്കൊല്ലും. അപ്പോൾ അവരെ പേടിപ്പിക്കുന്നൊരു കാലഘട്ടത്തിൽ കൂടെ മുന്നോട്ട് പോകും. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും കാലം ആൾക്കാരോടൊപ്പം നല്ല മെങ്കിൾ സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞ് അവരെയൊക്കെ കൊണ്ടുപോയി പാമ്പിനെയൊക്കെ അടുത്ത് കാണിച്ച് അവരെയൊക്കെ ഫോട്ടോ എടുപ്പിച്ച് അവിടെ എടുത്ത് സെൽഫി എടുപ്പിച്ച് അവരെ പേടിയൊക്കെ മാറ്റിക്കൊണ്ടുവന്നൊരു ഒരു മേഖലയായിരുന്നു. അതുകൊണ്ടാണ് ആദ്യകാലത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാവരും നല്ല ഒരു കണക്ഷൻ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഇന്നും എനിക്ക് ഇന്നിപ്പോൾ നമ്മൾ തമ്മിൽ ഇരിക്കുമ്പോൾ എനിക്ക് 4ാമത്തെ കോൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. മണി 11 കഴിഞ്ഞ് 11:30 12 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി എനിക്ക് വെളുക്കുന്ന ഒരു ടൈമുണ്ട്. ഈ ദിവസം ഞാൻ ഇനി എങ്ങനെയല്ല 15ഓളം കേസുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. റൊട്ടീൻ അങ്ങനെ റൊട്ടീൻ ചിലപ്പോൾ ഉറങ്ങാറുണ്ട്, ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ സമയത്തിന് ഭക്ഷണം കിട്ടിയെന്ന് കഴിക്കാൻ പറ്റിയെന്ന്. പിന്നെ കട്ടൻ ചായയുടെ ഒരു ബ്ലാക്ക് ടീയുടെ ഒരു ആരാധനയാണ് ഞാൻ. ബ്ലാക്ക് ടീ എത്ര കിട്ടിയാലും ഞാൻ കുടിക്കാറ്. ബ്ലാക്ക് ടീ ഒരു എന്താ പറയുക, ഞാനൊരു അഡിക്റ്റാണ് ബ്ലാക്ക് ടീക്ക്. എത്ര കിട്ടിയാലും ഒരു വീട്ടിൽ പോയാലും ഏത് വീട്ടിൽ പോയി ബ്ലാക്ക് ടീ ചോദിച്ചാൽ ഞാൻ കുടിക്കാറുണ്ട്. അത് മാത്രമേ എനിക്കൊരു ലഹരിയായിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ലഹരി ഉപയോഗിക്കാൻ എൻ്റെ 9ാമത്തെ വയസ്സിൽ സേർട്ട് വലിച്ചിട്ടുണ്ട്, അല്ലാതെ ഇന്നുവരെ ഒരു ലഹരി ഉപയോഗിച്ചിട്ടില്ല. പിന്നെ കണ്ടാലൊരു കള്ളുകുടിക്കാരനെന്നുള്ള പേരുദോഷമുണ്ട്, അതെൻ്റെ കുഴപ്പമില്ല. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഉറക്കമില്ല ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക കണ്ണ് ചുവന്നിരിക്കുന്നത് കണ്ട ആൾക്കാർ ലഹരി ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. ഞാൻ അതിന് മറുപടി പറയാൻ പോകാറില്ല. കാരണം ലഹരി സർക്കാർ വിൽക്കാൻ വെച്ചിരിക്കുമ്പോൾ ആൾക്കാർ വാങ്ങിച്ച് കുടിക്കട്ടെ, അതിന് നമ്മളതിനെ കുറ്റം പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആൾക്കാർ ചിന്തിക്കില്ല, അല്ലെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യാൻ പോകാറില്ല. ചേട്ടാ ഈ പറഞ്ഞു വന്നതുപോലെ തന്നെ ഇപ്പോൾ ചേട്ടൻ്റെ ഒരു നമ്മൾ പറയാം ലഹരി എന്ന് പറയുന്നത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതൊക്കെ. കാരണം നമുക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ അറിയാം, എല്ലാം ഇപ്പോൾ പാമ്പ് എന്ന് മാത്രമല്ല കാണുന്ന സഹജീവികളോടൊക്കെ ഒരു കൂട്ടം ആ ഒരു സ്നേഹമൊക്കെ പുലർത്തുന്ന ഒരാൾ തന്നെയാണ്. അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം വെച്ച് തന്നെ 100%. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെറുപ്പകാലത്ത് എനിക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് ഞാൻ റോഡിൽ കിടക്കുന്ന ഒരു കാക്ക കുഞ്ഞിനെ എടുത്തുകൊണ്ട് തുടങ്ങിയ ഒരാളാണ്. അഞ്ചിൽ ചെറുക്കി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് റോഡിൽ ഒരു കാക്ക കുഞ്ഞ് മഴയത്ത് വീണ റോഡിൽ വീണ ഞാൻ അതിനെ എടുത്തുകൊണ്ട് പോയി 4 ഓടി കണക്ക് എൻ്റെ വീടിൻ്റെ ചുവരിലോട് ഇങ്ങനെ 2 ഓട് വെച്ചിട്ട് ഇവിടെ ഓട് വെച്ച് ഇവിടെ ഒരു ഓട് വെച്ച് മേളിൽ ഒരു ഓട് വെച്ച് അതിനകത്ത് വെച്ച് തീറ്റി കൊടുത്ത് വളർത്തി തുടങ്ങി. എനിക്ക് 30-40 കാക്കളുണ്ടായിരുന്നു ആ സാഹചര്യം. ഇപ്പോഴും ഞാനിവിടെ രാവിലെ ഇവിടെ വരാൻ എനിക്ക് രാത്രി ഉറക്കക്കുറവാണ്. ഞാനിപ്പോൾ ഒരു 3-4 മാസം ടെൻഷൻ ആവശ്യത്തിൽ ടെൻഷനുണ്ട്, പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉറക്കം അങ്ങനെയല്ല. അപ്പോൾ ഞാൻ 2 മണിക്ക് വന്നാലും വന്ന് കിടന്നിട്ട് 2:30-3 പഠിച്ച് കുളിച്ച് ഇവിടെ വന്നിരിക്കുമ്പോൾ ഏകദേശം ഞാൻ ഈ
കഴിഞ്ഞ ഒരു 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 3 മാസത്തിനിടയിൽ ഇവിടെ നിന്ന് എനിക്ക് തിട്ടപ്പെടുത്താൻ പറ്റിയത് ഹമ്മിങ് ബേഡ്സുകൾ, അതുപോലെ എന്താ പറയുക ഇരട്ടത്തലച്ചി, കരിയിലക്കിളി, അതുപോലെ ചേരക്കൊക്കൻ, പിന്നെ അങ്ങനെ ഒരുപാട് 37ഓളം വെറൈറ്റി ബേഡ്സുകൾ ഇവിടെയൊക്കെ എനിക്ക് കാണാൻ പറ്റും പ്രഭാതത്തിൽ. അപ്പോൾ അത് കണ്ട് അങ്ങനെ കാക്ക കണ്ട് തുടങ്ങി ഒരുപാട് ഡോഗുകളുണ്ടായിരുന്നു, റോട്ടിൽ കിടക്കുന്ന ഡോഗുകൾ ഒത്തിരി ഉണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ പിന്നെ ടൈറ്റാനിയം എന്നുണ്ട് ബസ് കെട്ടിയിട്ട് കുറേ പേര് മരണപ്പെട്ടപ്പോൾ ഞാൻ അതൊക്കെ നിർത്തി. അന്ന് ഞങ്ങളുടെ നാട്ടിൽ കൂടെ ടൈറ്റാനിയം ബസ് നല്ല സ്പീഡിൽ പോകുന്നുണ്ട്, അവർ അങ്ങനെ നിർത്തി. എല്ലാ ജീവികളും കാരണം ഞാൻ അതുകൊണ്ടാണ് ഒരു ജീവിയും എന്താ പറയുക കൊല്ലരുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യം വെജിറ്റേറിയനായിരുന്നു. ഞാൻ ഒരുപാട് ഞാൻ പ്യൂർ വെജിറ്റേറിയൻ ആയിരുന്നു. ഇപ്പോൾ പാലൂര് പേര്. പക്ഷേ ഇപ്പോൾ ഒരു ലാസ്റ്റ് എനിക്കൊരു ആളുകൾ അറിയാത്തൊരു 3 കടി ഇപ്പോൾ കിട്ടി. കോട്ടയത്തെ കടി കഴിഞ്ഞിട്ട് ഒരു 3ഓളം കടികൾ കിട്ടി. 3 കടികൾ ഇത്തിരി കുറച്ച് പ്രശ്നമായിരുന്നു. പക്ഷേ എന്നാലും എന്താ പറയുക ബോഡിയിലൊരു ആൻറ്റി ഉള്ളതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ലാതെ പോയി. കാരണം ഞാൻ തന്നെ ഡോക്ടർമാരോട് പറഞ്ഞ് എനിക്ക് ആൻറ്റിബയോട്ടിക് എടുക്കണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യും, നമുക്ക് നോക്കട്ടെ എത്ര സമയം ഇത് സിംറ്റംസ് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് വൈകിട്ടൊക്കെയാണ് ആൻറ്റിബയോട്ടിക് എടുപ്പിച്ചത്. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ഇന്ന് കടിച്ചു, നാളെ വൈകിട്ടൊക്കെയാണ് ആൻറ്റി ഡോക്ടറോട് സംസാരിച്ചിട്ട്. അപ്പോൾ അവർ വില്ലിങ് അല്ല, എന്നാലും ഞാൻ പ്രശ്നമില്ല, എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് ആൻറ്റിബോഡി ഉണ്ടോ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ എൻ്റെ ശരീരം എനിക്ക് പഠിക്കാം, നിങ്ങളുടെയോ മറ്റൊരാളുടെ ശരീരം എനിക്ക് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇപ്പം നമ്മുടെ കേരളത്തിലാണ് ഇത് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഈ കഴിഞ്ഞ നിങ്ങൾ നോക്കൂ, ഒരു 2 മാസത്തിന് മുന്നേ ഒരു റിപ്പോർട്ടുണ്ട്, 250ഓളം പ്രാവശ്യം പാമ്പ് കടി വാങ്ങിയ ഒരാളിൻ്റെ ശരീരത്തിൽ നിന്ന് ആൻറ്റിവനം കണ്ടെത്തി. ഫോറിൻ കൺട്രിയിലാണ് അവൻ്റെ ഫുൾ ഡാറ്റാസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെയാണെങ്കിൽ എന്താ പറയുക, അവൻ്റെ അഹങ്കാരം കൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ അഹങ്കാരം കാണിക്കുന്നു, അല്ലെങ്കിൽ പ്രഹസനം കാണിക്കുന്നു, അല്ലെങ്കിൽ മീഡിയ വാർത്തയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. പക്ഷേ എനിക്ക് പഠിക്കാൻ പറ്റിയ ഒരുപാട് പാഠങ്ങളുണ്ട്. അതെനിക്കിന്ന് ഒരുപാട് പേർക്ക് പകർന്നു കൊടുക്കാൻ പറ്റി. കാരണം പല ഹോസ്പിറ്റലിലും പാമ്പ് കടി, എത്രയോ പാമ്പ് കൊടുത്തക്കാർ കേരളത്തിലുണ്ട്. പല ഹോസ്പിറ്റലിലും പാമ്പ് കടിയുടെ അപ്പോഴെന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോസ് അയക്കും, അല്ലെങ്കിൽ കടിയുടെ ബൈറ്റ് മാർക്ക് അയക്കും. അപ്പോൾ ഞാൻ പറയും കുഴപ്പമില്ലാതെ അവിടെ നീരുണ്ടോ, അല്ലെങ്കിൽ അവിടെ സ്വെല്ലിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ ബ്ലഡ് ലൂസായിട്ട് പോകുന്നുണ്ടോ, വുണ്ട് വലുതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ പറയും. അപ്പോൾ വേദന ഇല്ലയെന്ന് പറഞ്ഞാൽ ഞാൻ പറയും വേദനയില്ലേ പേടിക്കേണ്ടതില്ല, അത് വെനമില്ലാത്ത പാമ്പാണ്. ഇപ്പോൾ വെനമുള്ള പാമ്പുകൾ കടിച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയും തോറും നമുക്ക് വേദന വർദ്ധിച്ച് വന്നുകൊണ്ട്. ഇപ്പോൾ എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ കടിയാണത്. ഇതാർക്കും അറിയില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു 2 മാസങ്ങൾക്ക് മുന്നേ എന്താ പറയുക പേരൂക്കട അതിൽ വെച്ച് കടി കിട്ടിയാണ്. അത് ഏകദേശം 10-15 ദിവസത്തോളം ഹോസ്പിറ്റലുണ്ട്. ലേറ്റസ്റ്റ് ആരും അറിഞ്ഞിട്ടില്ല. ഈ ഡിസംബറിൽ കിട്ടിയൊരു കടിയാണ്, ഇതാരും അറിഞ്ഞിട്ടില്ല. ഡിസംബറിൽ കിട്ടിയ കടി. ഡിസംബറിൽ കിട്ടിയ ഒരു വീട്ടിലൊരു പാമ്പിനെ പിടിച്ച് ബോട്ടിലാക്കുമ്പോൾ ബോട്ടിലിൻ്റെ അടപ്പ് പൊട്ടിയിരിക്കുന്നത് കണ്ടില്ല. ഞാൻ പൊടിഞ്ഞപ്പോൾ തിരികെ പൊടിഞ്ഞു പോയി. അപ്പോൾ കടിച്ചു. ഏകദേശം നമുക്ക് 1 മാസത്തോളം 2 മാസത്തോളം ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നിട്ട് ഇതെല്ലാം ഞാനാണ് സിസർ വാങ്ങിച്ചത്, സർജിക്കൽ ബ്ലേഡ് വാങ്ങിച്ചു, സർജിക്കൽ സിസർ വാങ്ങിച്ച് ഞാനാണ് കയറി കെട്ടിയത്. ഇതെല്ലാം കയറി അതിനകത്ത് നിന്ന് പഴുപ്പെല്ലാം എടുത്ത് കളഞ്ഞ് ഞാനാണ് കെട്ടിയത്. നവംബറിൽ കൈമനത്ത് നിന്ന് കിട്ടിയാണ്. കൈമനത്ത് ഒരു വീട്ടിൽ ഒരു NSS കൈമനത്ത് NSS കരയോഗത്തിൽ ഒരു തടി വെച്ചിരുന്നു. ആ തടിയെടുത്ത് പൊക്കിയപ്പോൾ അതിൻ്റെ അടിയിരിക്കുന്നത് ഒരു തടിയെടുത്ത് പൊക്കി കണ്ടത് വരെങ്കിൽ തടി ഇട്ട് കൊടുത്തു. അപ്പോൾ ചപ്പിപ്പോയി. അപ്പോൾ ഞാൻ കണ്ടില്ല, ഞാൻ ഇന്ന് കുറച്ച് ദൂരത്തിൽ പോയി പൊക്കിയത്. പക്ഷേ ഇവിടെ നിന്ന് അവിടെ എങ്ങനെ കടിച്ചു വെച്ചാൽ അതെനിക്കറിയില്ല. ചേട്ടാ ഇപ്പൊ ഈ പറഞ്ഞ കണക്കിനെ നമുക്ക് ഇങ്ങനെ ഭയം തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഭയം തോന്നിയില്ല. എനിക്ക് ഭയമുണ്ട്. കാരണം മനുഷ്യന് മാത്രമേ എനിക്ക് ഭയമുള്ളൂ. കാരണം എൻ്റെ അനുഭവം, എൻ്റെ കൂടെ നടന്ന്, എൻ്റെ കൂടെ സഞ്ചരിച്ച്, എൻ്റെ കൂടെ ഉറങ്ങി നടന്നവരിൽ നിന്ന് കിട്ടിയ പണികളാണ് എനിക്ക് ഏറ്റവും വലിയ ഭയം. കാരണം വെച്ചാൽ നമ്മളറിയാതെ നമ്മുടെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് മാറ്റി നമ്മുടെ ആദായത്തിന് വേണ്ടി, സത്യമാണ്, നമ്മൾ ധനത്തിന് വേണ്ടി നമ്മോടൊപ്പം, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മോടൊപ്പം കൂടി ഒത്തിരി പേരുണ്ടായിരുന്നു. അവരെ കാര്യം കഴിഞ്ഞപ്പോൾ എല്ലാം മടങ്ങിപ്പോയി. ആ ഒരു പേടില്ല. പാമ്പിന് എനിക്ക് ഭയമില്ല, മരണത്തിനും ഭയമില്ല. മരണത്തിന് ഒരിക്കലും ഞാൻ ഭയപ്പെടാറില്ല, പാമ്പിൻ്റെ ലോകത്ത് ഒരിക്കലും ഞാൻ ഭയപ്പെടാറില്ല. പക്ഷേ അത് തന്നെയാണെന്ന് തോന്നുന്നു ചേട്ടൻ്റെ മറ്റേ നമ്മൾ ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ ഞാൻ തന്നെ അതിൻ്റെ വാർത്ത വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളൊക്കെ പ്രാർത്ഥനയോടെ തന്നെയാണ് കേരളക്കര മൊത്തത്തിൽ എത്രയോ ദിവസങ്ങളല്ലേ ആ ഒരു നിമിഷം. ഏറ്റവും വലിയ തമാശ ഉണ്ടെന്നറിയാം. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് നമ്മുടെ ശ്രീണ സാറ്. ശ്രീണ സാറിൻ്റെ ഒരു വാർത്ത കേട്ടായിരുന്നു. ശ്രീണ സാറ് ഞാനിങ്ങനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പുറത്തേക്ക് വരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർത്തയിൽ ബാബാ സുരേഷിൻ്റെ ഭൗതിക ശരീരവും അല്ല നാക്കുപിഴയാണത്. അപ്പോൾ എനിക്ക് സന്തോഷമുള്ളൂ. അത് നല്ലൊരു കാര്യമില്ല. കാരണം വെച്ചാൽ ഇതൊക്കെ സംഭവിക്കാം, എല്ലാവർക്കും സംഭവിക്കാം, എപ്പോഴും സംഭവിക്കാം. അതൊന്നും നല്ലൊരു കാര്യമല്ല. അപ്പോൾ എനിക്ക് പിന്നെ കാണുമ്പോൾ ഞാൻ വീണ്ടും ചില സമയം ഇപ്പോൾ അത് കാണുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും അത് കാണും, ഒരു രസം, അതുകൊണ്ട് കാണും. പക്ഷേ അത് കഴിഞ്ഞിട്ടും ബാബാ സുരേഷ് അന്ന് കുറേ വന്നിരുന്നു, ഇനി പാമ്പ് പിടുത്തത്തിലേക്കില്ല എന്നൊക്കെ പറഞ്ഞ ടൈറ്റിലുകൾ അല്ല, സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നതാണ് ആ ഒരു രീതിയിൽ. അതിൽ ഏറ്റവും വിഷമം തോന്നിയെന്നറിയാം. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, എൻ്റെ അമ്മയൊക്കെ വളരെ കൂലിപ്പണി ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ എൻ്റെ പല ആൾക്കാരും നമ്മുടെ വീട്ടിനകത്തൂടെ കയറി വീട്ടിൻ്റെ അവസ്ഥയൊക്കെ ചൂഷണം ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമുക്കത് മാനസികമായിട്ട് വിഷമം തോന്നി. കാരണം നമ്മൾ ജീവിക്കുന്നത് നമ്മളറിഞ്ഞാൽ പോലെ, നമ്മൾ പട്ടിണി നമ്മളറിഞ്ഞാൽ പറ്റും. നമ്മുടെ അമ്മയെ സഹോദരങ്ങൾ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ വന്നപ്പോൾ എനിക്കൊരു മാനസികമായിട്ട് വിഷമം. നല്ല വാർത്ത കൊടുത്തോളൂ, കുഴപ്പമില്ല. അവസരം അങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ തട്ടിപ്പോവും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ കുഴപ്പമില്ല. പക്ഷേ വീട്ടിനകത്തൂടെ അവർ പറഞ്ഞു, അമ്മയും അനിയത്തിയൊക്കെ വീട്ടിനകത്ത് ആരും അറിഞ്ഞില്ല. അവർ തന്നെ കയറ്റി തുറന്ന് ഡോറ് തുറന്ന് അകത്തൂടെ കയറി എല്ലാം എടുത്ത്
കാട്ടിപ്പോകും. അപ്പോൾ അതൊക്കെ ഒരു വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. എന്നാലും കുറ്റം പറയുന്നില്ല, അവരുടെ ഉപജീവനമാണ്, അവരുടെ കാര്യങ്ങളല്ല. അപ്പോൾ അത് അവർക്ക് വേണ്ടി അവർ ചെയ്തു. പക്ഷെ നമുക്ക് നമ്മൾ മറ്റുള്ളവരുടെ ഒരു വിഷമം കൂടെ അവർ കാണുന്നില്ല എന്നുള്ളത് അതാണ് ഒരു എന്താ പറയുക, ഒരു മാനസികമായിട്ടുള്ള, അല്ല ബാക്കിയെല്ലാം ഞാൻ സന്തോഷവാനാണ്. ഈ കൊച്ചിലേ ആണ് ഈ പാമ്പ് പിടുത്തം എന്നുള്ള ഒരു ഇതിൽ ഒരു താല്പര്യം, എനിക്ക് തോന്നുന്നു, ഞാനിങ്ങനെ വായിച്ചറിഞ്ഞതാണ്, ഇങ്ങനെ ഒരു പാമ്പിനെ കൊണ്ടുപോയി അതിനെ ഇങ്ങനെ കൗതുകത്തോടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ എന്താണ്, എൻ്റെ സ്കൂൾ ജീവിതം. കാരണം ഞാൻ ഈ സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ എനിക്ക് വിഷമം വന്നത്, ഇതൊരു കായലായിരുന്നു, ആക്കുളം കായൽ, ഭയങ്കര വലിയൊരു കായലായിരുന്നു. ഞാൻ സ്കൂൾ കട്ട് ചെയ്ത് അത് 5ാം ക്ലാസ് മുതൽ സ്കൂളിൽ പോകാത്ത ഒരാളാണ്. കാരണം ഞാൻ എപ്പോഴും ഇവിടെയൊക്കെ ഒന്ന് സഞ്ചരിച്ച് ഇങ്ങനെ പാത്തിരുന്ന് പതുങ്ങിയിരുന്ന് എൻ്റെ കൂട്ടുകാർ 2-3 കൂട്ടം, മനോജ് എന്നൊരു കൂട്ടുകാരുണ്ട്, പുള്ളിക്കാരൻ ഇപ്പോൾ ഈ അടുത്തടുത്ത് സൂയിസൈഡ് ചെയ്തു, മറ്റു രഘു എന്നൊരു സുഹൃത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ 3-4 പേരാണ്, കണ്ണൻ, ഉണ്ണി, ഞങ്ങളിങ്ങനെ 5-6 പേരാണ്, നല്ല കമ്പനി. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ സിന്ധുകുമാർ എന്നൊരു ചെറുപ്പക്കാരൻ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏരിയ. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കുറുക്കനും നീർനായ ഒക്കെ ഇങ്ങനെ കണ്ടു പോയൊരു സാഹചര്യമാണ്. ആ ഒരു സ്ഥലമാണിത്, അത്രയ്ക്ക് നീർനായ കണ്ടൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ വന്നിരിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു സന്തോഷം. അപ്പോൾ അന്നൊക്കെ ഞാൻ ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ബാബുജി നേരെ പോകുമ്പോൾ ഒരു ഏരിയയുണ്ട്. അപ്പോൾ ഞാൻ അതുവഴിയൊക്കെ സഞ്ചരിക്കുമ്പോൾ ആ നെൽപ്പാടങ്ങളാണ്. അപ്പോൾ അവിടെ ഒരു എൻ്റെ കൂട്ടർ ഉണ്ണി എന്നൊരു പറഞ്ഞു, ചിലപ്പോൾ രാജേഷ് എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുറകിൽ ഒരു ചാവരൊക്കെ കൊടുന്നൊരു കൂടാണ്, അതിനകത്ത് ഞങ്ങൾ പാത്തിരിക്കുന്നത് സ്കൂളിൽ പോകാതെ. അങ്ങനെ പറമ്പിലൊക്കെ ചുറ്റി കിടക്കുന്ന സമയത്താണ് എന്തോ ഒരു ചെറിയ സാധനം ഇങ്ങനെ എഴുതി പോകുന്നത്. അത് മൂർക്കനാണെന്നോ ചേരയാണെന്നോ അല്ലെങ്കിൽ അണലിയാണെന്നോ നമുക്കറിയില്ല, അന്നത്തെ കൊച്ചു കാലമാണ്. അപ്പോൾ ചുമ്മാ ഒരു കല്ലെടുത്തിട്ടു, അല്ലെങ്കിൽ ഒരു വടി പോലത്തെ ഒരു സാധനം എടുത്തിട്ട് ഇങ്ങനെ എണീറ്റങ്ങ് നിന്നു. എനിക്കിത് ഇപ്പോഴത്തെ അറിവ് വെച്ച് എനിക്ക് തോന്നുന്നു അന്നത്തെ അവസ്ഥയിൽ അത് മുട്ട വിരിഞ്ഞിട്ടൊരു 15 ദിവസത്തെ പ്രായമേ വരാൻ സാധ്യത, അത്രയ്ക്ക് ചെറിയൊരു കുഞ്ഞായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് ഞാൻ കുറച്ച് നേരം അങ്ങനെ തട്ടി കളിപ്പിച്ച് നിന്നിട്ട് അവസാനം ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഒന്നുമില്ല. അവസാനം നോക്കിയപ്പോൾ ഞാൻ തന്നെ പണ്ടങ്ങനെ മീൻ പിടിക്കാൻ കൊണ്ടിട്ടൊരു, അന്ന് നമുക്ക് പ്ലാസ്റ്റിക് ഇല്ലല്ലോ. അന്നത്തെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ബക്കറ്റും പിന്നെ നമ്മുടെ ഹോർലിക്സിൻ്റെ ഒക്കെ അടപ്പുകളാണ്. അപ്പോൾ അടപ്പില്ലാത്തൊരു കുപ്പി കിടന്നു, തോട്ടി കിടന്നു. ഞാൻ അതിനെ എടുത്ത് ഇതിനെ തട്ടി അകത്ത് കയറ്റി വന്ന് ചേമ്പ് മാറാൻ എന്ന് പറഞ്ഞ ചേമ്പിൻ്റെ ഇല വെച്ച് വാഴവള്ളി വെച്ച് കെട്ടി ഈർക്കിൽ വെച്ച് ഹോൾട്ട് വീട്ടിക്കൊണ്ട് ഈ കാക്കക്കൂടിനകത്തോണ്ട് വെച്ചു. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ അമ്മ കണ്ടുപിടിച്ചു. പിന്നെ അത് വീട്ടിലേക്ക് എതിർപ്പായി, അടിയായി. പിന്നെ അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അങ്ങനെയാണ് ഞാൻ മേശിരിപ്പണിയിലേക്ക് വരുന്നത്. ഒരു 13 രൂപ ശമ്പളത്തിനായിട്ടാണ് ഞാൻ ആദ്യം 5 രൂപ ശമ്പളത്തിന് ആദ്യം ലേബറായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് 10 ദിവസം സ്കൂളിൽ പോകും, സഹായിക്കാനൊന്നും ആരുമില്ല കേട്ടോ. പിന്നെ നമ്മളെ ലയോള എന്നുള്ള സ്കൂളുള്ളത് കൊണ്ടാണ് ഞങ്ങളൊക്കെ യഥാർത്ഥം പറഞ്ഞാൽ പഠിച്ചത്. ലയോള സ്കൂൾ 3:30 വിട്ട് അവരൊക്കെ പോകുമ്പോൾ ഞങ്ങൾ മതിലിയാണ്. അപ്പോൾ കുട്ടികൾ ജനലിൽ കൂടെ വലിച്ചെറിയുന്ന ചെറിയ പെൻസിലും പകുതി തീർന്ന പേനയൊക്കെ എടുത്താണ് ഞങ്ങളുടെ ചേട്ടൻ്റെ സഹോദരങ്ങളൊക്കെ ഞങ്ങൾ പഠിച്ചത്, മനസ്സിലായില്ലേ. അപ്പോൾ ഇതൊന്നും സാധാരണക്കാർ കഴിക്കുന്നത് വലിയ സംഭവമാണ്. സത്യം പറഞ്ഞാൽ പട്ടിണിയുടെ കാലം അന്നും ഇന്നും എപ്പോഴും മുന്നോട്ട് പോകുന്നു. പിന്നെ എന്താ പറയുക, അങ്ങനെ സ്നേഹിച്ചു തുടങ്ങി. അപ്പോൾ സ്നേഹിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതൊരു എല്ലാവരും പേടിക്കുന്നു, എല്ലാവരും നമ്മളെ ദൂരെ അകറ്റി നിർത്തി. ഇന്നത്തെ സംഭവം ഞാൻ പറയട്ടെ. ഞാൻ ഒരു കുഞ്ഞു പാമ്പിനെ ഒരു വീട്ടിൽ പോയി എടുത്ത് കൈ കഴുകി ഞാൻ അദ്ദേഹം എനിക്ക് ഒരു 500 രൂപ തന്നു. പുള്ളി എൻ്റെ കയ്യിൽ തുടങ്ങി ഇങ്ങനെ ഇട്ടു വന്നു എന്നുള്ളതാണ്, മനസ്സിലായി. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ അവിടെ മനസ്സിൽ ഇന്ന് ഈ പാമ്പിനെയൊക്കെ തൊടുമ്പോൾ എന്തെങ്കിലും അലർജി ഉണ്ടാകുമോ, അസുഖം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം ഇന്ന് ഈ 2025 കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പണ്ടുണ്ടായിരുന്നു. പണ്ട് നമ്മൾ ചിലപ്പോൾ കൈയൊക്കെ സോപ്പിട്ട് കൊച്ചുകുട്ടികൾ എടുക്കാൻ ചെന്നാൽ അമ്മമാർ കുട്ടികളെ കൊണ്ട് ഓടിപ്പോകുന്നൊരു കാലഘട്ടം ഒരു 5 വർഷങ്ങൾക്ക് മുന്നേ അവരുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ ഒരു കാലഘട്ടം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതൊക്കെ പോട്ടെ, അപ്പോൾ ആളുകൾ മാറുന്നില്ല. മനസ്സിൽ ആ പണ്ട് മുത്തശ്ശിമാർ പറഞ്ഞ ആ ഒരു ഭീകരതയുള്ള കഥ, പാമ്പുകൾ എന്തോ മാരകമായ അസുഖം പടുന്നു. ചില ആൾക്കാരുടെ അടുത്ത് വെള്ളപ്പാട് ഉണ്ടാകുന്ന സമയത്ത് ചിലർ പറയാറുണ്ട് ഇത് സർപ്പശാപമാണ്. അങ്ങനെ സാധനം ഉണ്ടോ? ഞാൻ അതൊക്കെ ചോദ്യമായിട്ട് ചോദിക്കണം. അങ്ങനെ സാധനം ഉണ്ടോ? ഇതൊക്കെ പ്രകൃതിയല്ലേ. പ്രകൃതിയിൽ പല അസുഖങ്ങൾ പലർക്കും ഉണ്ടാവാം. കൊറോണ എന്ന് പറഞ്ഞ അസുഖം നമ്മൾ വരുത്തിയിട്ട് വന്നതാണ്. ഏറ്റവും നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ട ഒരു കാര്യമാണ്, ഞാൻ ആ കൊറോണ സമയം നിങ്ങൾ എൻ്റെ ഏതോ ബൈറ്റിൽ ഞാൻ കൗമുദിൻ്റെ ബൈറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൊറോണയ്ക്കുള്ള വാക്സിൻ നമ്മുടെ പാമ്പിൻ്റെ ഒരു തലയുടെ പിന്നിൽ കണ്ണിൻ്റെ പറയുന്ന ഗ്ലാൻഡിലിരിക്കുന്ന ഔഷധത്തിലുണ്ടെന്ന് എൻ്റെ ബൈറ്റിൽ നിങ്ങൾ നോക്കൂ. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു യൂറോപ്പ് ഏത് രാജ്യത്താണ് അതിൻ്റെ ഡാറ്റാസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. സ്നേക് വെനത്തിൽ നിന്ന് ആൻറ്റിബോഡി കണ്ടെത്തിയിരുന്നു. ഞാൻ പറയുമ്പോൾ കിളയക്കാരൻ. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് കുറഞ്ഞ ഷർട്ടും ഇപ്പോൾ ഞാൻ വാങ്ങിച്ച ഷർട്ട് 390 രൂപയുടെ ഷർട്ടാണ്. ഇതൊരു 5000-6000 രൂപയുടെ ഷർട്ട് ഇട്ടുകൊണ്ട് ഒരാൾ പറഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ടാവുന്നു. അപ്പോൾ ഡ്രസ്സിനും ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടെന്നുള്ളത് എനിക്കിപ്പോൾ കുറേ ആളുകൾ മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വാക്സിൻ കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങളൊന്ന് സ്നേക് വെനത്തിൽ നിന്ന്, പാമ്പിൻ്റെ വെനത്തിൽ നിന്ന്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനൊരു എന്താ പറയുക, നമ്മൾ പറയുന്നു. നമുക്ക് ഇപ്പോൾ ഒരു എന്താ പറയുക, ഇതിന് എഴുതി പ്രസൻറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റികളിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് ഡോക്ടർ എന്താ PG ചെയ്യുന്നവരും മറ്റ് റിസർച്ച് ചെയ്യുന്നവരൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ അവർ നമ്മുടെ വാക്കുകൾ ഉൾക്കൊള്ളുന്നു. പക്ഷേ ഉൾക്കൊണ്ടു. എനിക്ക് 2015 വെള്ളാപ്പള്ളി നടേശൻ സാറിനോടൊപ്പം എനിക്ക് നമ്മുടെ ഡോക്ടറേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വാങ്ങിയിട്ടില്ല.
അത് എന്ന് ചെന്നൈ യൂണിവേഴ്സിറ്റി ഏതോ ഒരു യൂണിവേഴ്സിറ്റി പേര് അതൊക്കെ ഞാൻ മറന്നു. അപ്പോൾ അതിൽ അവർ പറയുന്നൊരു ടോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഒരു വാർത്തയിൽ പറഞ്ഞത് ഞാൻ തന്നെയാണ് പറഞ്ഞത്, പബ്ലിക്കായിട്ട് പറയുന്നത്, കോഴി മുട്ടയുടെ വെള്ള എഗ് വൈറ്റ് എന്ന് പറയുന്ന സാധനം കുത്തി വെച്ചാൽ ഒരാളിന് മരണം സംഭവിക്കാം. സ്നേക്ക് വെനം പോലെ, സ്നേക്ക് വെനവും പ്രോട്ടീനാണ്, ഹൈ പ്രോട്ടീനാണ്, പാമ്പിൻ്റെ വെനവും പ്രോട്ടീൻ. അപ്പോൾ അങ്ങനെ അത് ഞാൻ പറഞ്ഞു. അതിനുശേഷം അത് പിന്നെ ഭയങ്കര വാർത്തയായി. അങ്ങനെ ഒരുപാട് പേര് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുന്നത് ചിലപ്പോൾ പഠനമില്ലാതെ പറയുന്നോ, അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് അറിവില്ലാതെ പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഏകദേശം ഉദ്ദേശം പറയുന്നു എന്നൊക്കെയാണ് ഇവരെ വിഷയം. ഞാനിത് ഒരുപാട് ഇതിൻ്റെ പുറകെ ചെറുപ്പം മുതൽ സഞ്ചരിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഓരോന്ന് പറയുന്നത്. ഇപ്പോൾ പാമ്പ് കടിയേറ്റ് പറഞ്ഞു. ഞാനൊരു വിവാദമായൊരു വാർത്ത ഉണ്ടായിരുന്നു എൻ്റെ എനിക്കാണ് കോട്ടയം ബേസ് ചെയ്തിട്ടുള്ള ചാനലാണെന്ന്, സോഷ്യൽ മീഡിയ ആണെന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ. ഒരു ബൈറ്റ് കൊടുത്തു, പാമ്പ് കടിയേറ്റാൽ ഉപ്പുവെള്ളം കൊടുക്കുന്നത് നല്ലതാണ്. ഉപ്പുവെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ആ കഫക്കെട്ട്, അത് മൂർഖൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ കഫ തടസ്സം ഉണ്ടാകുമ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്, ഛർദ്ദിപ്പിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ അത് ഭയങ്കര വിവാദമായി. ഒരു ഡോക്ടർ സ്ഥിരം വന്ന് വീഡിയോ ചെയ്ത് കാശുണ്ടാക്കുന്ന ഒരു ഡോക്ടർ വന്ന് അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ എത്രയോ പേര് പാമ്പടിയിട്ട് മരണപ്പെട്ടതായിട്ട് എനിക്കറിയാം. അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് ചേരപ്പാമ്പിൻ്റെ കടിയേറ്റിട്ട് ആൻറ്റിവനം കൊടുത്തത്. തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഞാൻ ഹോസ്പിറ്റലിൻ്റെ ഓണർ MD എൻ്റെ സുഹൃത്താണ്, ഞാൻ പറയുന്നത് പേര് പറയുന്നില്ല. ആ പറഞ്ഞ ആളുടെ ബൈറ്റിൽ അത് അങ്ങനെ തെറ്റാണ്, അതാണ് നടന്നത്. ഇപ്പം നിങ്ങൾ നോക്കും, ഞാൻ പറഞ്ഞത് പഴയ ചികിത്സാ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അത് വ്യക്തം ഞാൻ പറയുന്നുണ്ട്. മോഡേൺ മെഡിസിനല്ല, പഴയ അത് ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ നെറ്റിക്കൽ അടിച്ചു നോക്കി കിട്ടും. ആയുർവേദത്തിൽ പറയുന്നത് വെച്ചാൽ നമുക്ക് പൊക്കിളിന് ചുറ്റും കഫക്കെട്ടുണ്ടാകുമ്പോൾ, അതായത് പൊക്കിളിന് ചുറ്റുമ്പോൾ നമുക്ക് മൂർഖൻ്റെ കടിയേറ്റ് കഫക്കെട്ടുണ്ടാകുമ്പോൾ ഉപ്പുവെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അത് ഛർദ്ദിപ്പിക്കും. പണ്ട് കൂട്ടേ കൊടുത്ത് ചെയ്തിരുന്ന രീതിയാണെന്ന് അടിപൊളിയായിട്ട് റിസർച്ചിൽ പറയുന്നുണ്ട്. അതിൻ്റെ അഡ്വൈസിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴേ ഉള്ളു തെറ്റ്, വേറെ ആരും പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ എന്താ പറയുക, മാനസിക ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും അതിനെ മോശം പറയാൻ വേണ്ടി കുറേ പേരുണ്ട്. ഇപ്പോൾ കുറേ പേരുണ്ട്. എന്ത് നമ്മളിട്ടാലും അതിൻ്റെ ഇടയ്ക്ക് മോശം കമൻസ് ഇടുക. അതിനൊരു ടീം വർക്ക് ഉണ്ട്. ആ ടീം വർക്കിൽ ഒരു 10-28 പേര് ഇപ്പോൾ മാറി എറണാകുളം ജില്ലയിൽ. അവരെന്നെ വിളിച്ചു, ചേട്ടാ ഇങ്ങനെ എന്നെ പോലെ ക്ഷമിക്കണം, ഞങ്ങളെല്ലാവരെയും ബലിയാടാക്കിയായിരുന്നു, ചേട്ടൻ എന്തിട്ടാലും ചേട്ടനെ കൊല്ലാൻ വേണ്ടിയാണ് ഒരു സംഭവം ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അതിൽ 28 ഞങ്ങൾ മാറി അവർക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. തൃശ്ശൂരും അതുപോലെ തന്നെ. അങ്ങനെ അപ്പോൾ അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലായി. ഇത് വാവാ സുരേഷിനെ നമ്മളെ വെച്ച് മുതലാക്കും, എന്താ പറയുക, മോശം പറയിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലായി. അങ്ങനെയൊക്കെ ഒരുപാട് വിഷമമുണ്ട്. അല്ല, എനിക്ക് പാമ്പുകളോട് എന്നെ കടിക്കുന്നതിൻ്റെ അതിഥിയോട് എനിക്ക് വിഷമമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അതിഥി എന്ന് പാമ്പുകൾ ആദ്യമായിട്ട് പറഞ്ഞു ഞാൻ ഇത് അതിഥി എന്നപ്പോൾ എന്നെ കളിയാക്കിയ അവർ അടുത്തൊരു ഒരു വാർത്തയിൽ അടുക്കളയിൽ ഈ ചേര അതിഥിയെ കണ്ടു, പിന്നെ അതിഥികൾ അങ്ങനെയെന്ന് പറഞ്ഞു എന്നെ കുറ്റപ്പെടുത്തി അതിഥി എന്ന് പറയാൻ പാടില്ല. പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ പാമ്പിനെ വളർത്തുന്നവരുണ്ട്. അല്ല, ഇവിടെയും വളർത്തുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് നമുക്കും തുടങ്ങി ഇവിടെ വളർത്തുന്നുണ്ട്. ഇവിടെ പക്ഷേ ഇവിടെയും പ്രശ്നമുണ്ട്. ഈ വളർത്തുന്ന ആൾക്കാരുടെ പിറകെ നടക്കാണ് വനം വകുപ്പ്. എന്ത് വിവരമില്ലായിരുന്നു എനിക്കറിയില്ല. കാരണം അതുപോലെ തന്നെ ഈ പാമ്പ് വളർത്തലും മാത്രമല്ല, പാമ്പിനെ ഭക്ഷിക്കുന്നവരും പുറത്തുള്ള വീഡിയോസ് കണ്ടാണ് നമ്മൾ അറിയുന്നത്. ഞാൻ നേരത്തെ അറിയുന്നുണ്ടായിരുന്നു. എല്ലാ രാജവെമ്പാല ഉൾപ്പെടെയുള്ള പാമ്പുകളെ നമ്മുടെ നാട്ടിൽ തിന്നിട്ടില്ലേ, നമ്മുടെ നാട്ടിൽ കൊല്ലുന്നില്ല. ഞാൻ ചോദിച്ചു, ഞാൻ പാമ്പ് മാത്രമല്ല പിടിക്കും, ഞാൻ നീർനായ ഓട്ടർ എന്ന് അറിയപ്പെടുന്ന നീർനായ പിടിക്കും. നീർനായ ഇവിടെ കൊണ്ടാണ് ഒരെണ്ണത്തിന് ഇവിടെ റിലീസ് ചെയ്ത്. ഇവിടെ ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് കേട്ടെന്ന് പറഞ്ഞ ആൾക്കാർ പണ്ട് ഇപ്പോഴും 15-10 വർഷങ്ങൾക്ക് പിന്നെ 8 വർഷമായി കഴക്കൂട്ടത്ത് എന്താ പറയുക ഒരു കടയ്ക്കകത്ത് കയറി അതിനെ ഞാൻ കൂട് കൊണ്ടുവച്ച് പിടികൂടി. അപ്പം സൂല് ചോദിച്ചപ്പോൾ സൂല് വേണ്ടെന്നാണ് ഇവിടെ കൊണ്ടുവന്ന് റിലീസ് ആയി. സൂല് കിടക്കണ ഓട്ടർ പിടിച്ചാരാ? സൂല് കിടക്കുന്ന ഓട്ടർ പിടിച്ച ഞാനാ. എൻ്റെ പേരെന്താണ്? സുരേഷ് എന്നാണ്, മെയിലാണ്. എവിടെ നിന്നാണ് പിടികൂടിയത്? നമ്മുടെ പള്ളിച്ചിൽ പോകുന്ന വഴി ഒരു വീട്ടിനകത്ത് കുട്ടി തൊട്ടിൽ കിടന്ന് പറയുമ്പോൾ കുട്ടിയെ കടിക്കാണ്ട് ഇങ്ങനെ എണീറ്റുന്നത്. അപ്പോൾ അമ്മ കണ്ടിട്ട് അമ്മ പെട്ടെന്ന് കുട്ടി എടുത്തുകൊണ്ട് വെളിയിൽ ഇറങ്ങി ഡോർ അടച്ചു. അത് പിടിക്കുന്ന സമയത്താണ് ഈ കാലിലും കയ്യിലൊക്കെ കടി കിട്ടിയത്. കടിയിട്ട് കിടക്കുമ്പോൾ എൻ്റെ കൈയെല്ലാം പഴുത്ത് അഴുകിയിരിക്കുമ്പോഴാണ് എനിക്ക് ലോകത്തിലെ ഏറ്റവും നമ്മുടെ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തിലെ രാജാവൻ എന്നറിയപ്പെടുന്ന ചാൾസ് രാജകുമാരനെ കാണാൻ മീറ്റ് ചെയ്യാൻ പറ്റിയത്. അത് തൃശ്ശൂർ ആതിരപ്പള്ളിയിൽ വെച്ചാൽ. അപ്പോൾ മീറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. അപ്പോൾ എൻ്റെ കൈയൊക്കെ നാറുന്ന ഇതെല്ലാം പഴുത്തിരിക്കും. നിങ്ങൾ ആ ഫോട്ടോസ് അദ്ദേഹം എൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ആ സ്മെല്ലടിക്കുന്ന കൈ ഇങ്ങനെ പിടിച്ചിങ്ങനെ കൈ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭാഗ്യം യഥാർത്ഥത്തിൽ ഈ പാമ്പ് മേഖലയിൽ എനിക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എവിടെ ചെന്നാലും ഈ വാവാ സുരേഷ് എന്ന് പറയുന്നത് പലർക്കും പിടിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ അടുത്ത കാലത്ത് പാലക്കാട് എൻ്റെ ഒരു സുഹൃത്ത് പാമ്പിനെ പിടിക്കുന്ന ആളാണ്, ബൈജു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ശബരിമല ഡ്യൂട്ടിക്ക് പാമ്പ് പിടിക്കാനായിട്ട് ചെന്ന സമയത്ത് ഞാനും പുള്ളിയും കൂടെ നിൽക്കുന്നതായിരുന്നു പുള്ളിയുടെ DP മൊബൈലിൽ. ഉടനെ ഒരാൾ വിളിച്ച് പറഞ്ഞു, ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അത് മാറ്റണമെന്ന് പറഞ്ഞു. അത് മാറ്റണമെന്ന് പുള്ളിയെ കൊണ്ട് DP മാറ്റിപ്പിച്ചു. ഇപ്പം നിങ്ങൾ നോക്കി കേരളത്തിൽ നടക്കുന്ന ഞാനുമായിട്ട് കണക്ഷനുള്ള എൻ്റെ പേര് ആര് ഉപയോഗിക്കുന്നു അവരെല്ലാം പാമ്പ് പിടുത്തത്തിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് തള്ളി മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പോഴും നടക്കുന്ന ഇന്നലെയും പരാതി എനിക്കാന്ന് ആളുകളെല്ലാം വിളിച്ച് എന്നെ പറയാം. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യൂ,
നമുക്ക് നോക്കാം, ഇതിൽ പോകുന്ന നോക്കട്ടെ. എൻ്റെ പേരുമായിട്ട് ഇപ്പം ഞാൻ എൻ്റെ പേര് ആരെങ്കിലും ഒരാൾ പറയുമെങ്കിൽ അവരെ പാമ്പ് കൊടുത്ത് നിങ്ങൾ മാറ്റിയാണ്. അങ്ങനെ ഒരു ലോബി അപരിചിതരുണ്ട്. വനം വകുപ്പിനകത്താണ്, ശരി. വനം വകുപ്പിനകത്താണ്. അതിന് യാതൊരു സംശയമില്ല. അവരിപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ എൻ്റെ ഒരു അവയർനെസ് ക്ലാസ് അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് സമയത്ത് എൻ്റെ പേര് ഉപയോഗിച്ചിട്ടാണ് ട്രെയിനിങ് കൊടുക്കുക. എന്നെ മോശപ്പെടുത്തിയിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു വിഷമം. ചേട്ടാ, ഈ പറഞ്ഞത് കണക്ക് തന്നെ ഇപ്പോൾ കുറേ അധികം അപകടങ്ങൾ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും. അതിപ്പോൾ നമ്മളിപ്പം പാമ്പ് കടി എന്നല്ല, നേരെ നിന്നാൽ തന്നെ ചിലപ്പോൾ ഒരു മനുഷ്യൻ ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷൻ. നമ്മൾ ഇപ്പം നടന്ന ഫ്ലൈറ്റ് നമ്മുടെ നാട്ടിലാണ്. അതെ അതെ, നമ്മുടെ നാട്ടിൽ എത്ര പേര്. പക്ഷേ ഇതിനൊക്കെ ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്, ഇതിനൊക്കെ ഒരു പേര് അവസാനം ആർക്കെങ്കിലും കൊണ്ട് എത്തിക്കണം എന്നുള്ളൊരു അജണ്ട അത് കുറെ കാലമായിട്ട് തുടർന്നു വരുന്നതാണ്. അപ്പോൾ പ്രത്യേകമായിട്ട് നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലാകട്ടെ വൈറലാകാൻ വേണ്ടി ഇതൊരു പ്രൊഫഷണലായിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. ഇവരൊക്കെ ഈ സ്നേഹികളെ സ്നേഹിച്ച് പിടിക്കുന്ന, ചേട്ടൻ പിടിക്കുന്ന ഓരോ പാമ്പിനോടും ചേട്ടൻ കാണിക്കുന്ന ഒരു നീതി അല്ലെങ്കിൽ ഒരു സ്നേഹം, ആ ഒരു പിടിക്കുന്ന ഒരു രീതി, അതൊക്കെ കാണാനൊരു കൗതുകം തന്നെ. ഇത് പറഞ്ഞു തരുമ്പോൾ എനിക്കൊരു മറുപടി പറയാനുള്ളത്, പറഞ്ഞു തീർന്നിട്ട് പറയാം, മറന്നു പോകാതിരിക്കാണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചു, ചോദിക്കാണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ ആ ഒരു രീതിയൊക്കെ കാണുമ്പോഴേ നമുക്കതിനെ കുറച്ചും കൂടെ ഒരു ഇഷ്ടം തോന്നും. ഞാൻ അങ്ങനെ ആക്കി എടുത്തതാണ്. ഈ ഭീതി മാറ്റി ആൾക്കാർക്ക്, അയ്യോ പാമ്പ് എന്ന് പറഞ്ഞ് പേടിക്കരുതെന്ന് വടി എടുക്കുന്ന ആളുകൾക്ക് ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം ഒന്ന് ഫോൺ വിളിച്ച് വീണ്ടും തുടങ്ങി, വീണ്ടും അടിച്ചു തുടങ്ങിയ ആൾക്ക്. എനിക്ക് എത്ര ഫോട്ടോ ഞങ്ങൾ മടുത്തു എന്നാണ്. കാരണം വിളിക്കുമ്പോഴത്തേക്ക് ഓരോരുത്തരെ വിളിക്കുമ്പോഴത്തേക്ക് എവിടെ ഇരിക്കുന്നു, ഫോട്ടോ ഇടൂ, റൂട്ട് മാപ്പ് ഇടും, ഫോട്ടോ ഇട്ടിട്ട് അത് എങ്ങനെ ഇരിക്കുന്നു, തലവത്തിനിരിക്കുന്നു, അതിൻ്റെ വാല് പുറകിലുണ്ടോ, അതിൻ്റെ വാലെന്തൊരു കളറാണ്, അത് ചോറ് പിടിച്ചിട്ടിരിക്കുകയാണോ, കാപ്പ് പിടിച്ചിട്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നൊരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് അതിന് സമയമില്ല, അപ്പോഴും തല്ലിക്കൊന്ന് വിളിച്ചിട്ട് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു പാമ്പോ അല്ലെങ്കിൽ ഒരു കടുവയോ പുലിയോ ഒക്കെ നിങ്ങൾ ആക്രമിക്കുമെന്നൊരു സാഹചര്യം നിങ്ങൾക്ക് കൊല്ലാം, ഒരു കേസ് എടുക്കാൻ പറ്റില്ല, ഒരു നടപടി എടുക്കാൻ പറ്റില്ല. പിന്നെ ആൾക്കാരെ ഭീതിപ്പെടുത്തി ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. പൊതുജനം എന്താ പറയുക, വിദ്യാഭ്യാസമുള്ളവരാണ്. പണ്ടത്തെ ഒരു 10 വർഷങ്ങൾക്ക് മുന്നേയുള്ള ആൾക്കാരല്ല. ഇവർക്കൊക്കെ നല്ല ചിന്താശേഷിയുള്ള ആൾക്കാരാണ്. എന്നാൽ മാത്രം സോഷ്യൽ മീഡിയ ഒരുപാട് കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഒരുപാട് എന്താ പറയുക, അനാവശ്യമായി ഇതിനെ ദുർവിനിയോഗം ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഉത്തരാ കൊലക്കേസ് ലോക്കൽ പോലീസ് എഴുതി തള്ളിയൊരു കേസാണ്. സാധാരണ പാമ്പ് ആദ്യത്തെ അണലി കടിച്ചത് മുതൽ ഞാൻ പറയുന്നു, ഇത് അന്നോട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഇതൊരു കൊലപാതക ശ്രമമാണ്. ഭർത്താവാണെന്ന് എനിക്കറിയില്ല, ഒരാൾ വീട്ടിൽ ആരോ ആണ്. ഇതിങ്ങനെ തുറന്നു പോയാൽ ഇനി വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും കൊല ചെയ്യപ്പെടും. അത് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ മുറുക്കം കടിച്ച് കുട്ടി മരണപ്പെടുന്നു. അപ്പോൾ ഞങ്ങൾ ആ വീട് സന്ദർശിച്ച് അവിടുത്തെ എപ്പിസോഡെല്ലാം എടുത്തു. ഞങ്ങളടുത്ത് കോടതി ആവശ്യപ്പെട്ട് 7 എപ്പിസോഡാണ്. ഞങ്ങൾക്ക് കോടതി 7 എപ്പിസോഡാണ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നു. ഞാനാണ് പുറത്തുള്ള ഒരു സാക്ഷി, ഞാൻ മാത്രം. അതിൽ ഞങ്ങളുടെ കൗമുദിയുടെ 7 എപ്പിസോഡ് ഞങ്ങൾ ഹാജരാക്കി. അത് കോടതി നന്നായിട്ട് പഠിച്ചു. എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചു, ഞാൻ കൃത്യമായിട്ട് മറുപടി കൊടുത്തു. ഇങ്ങനെ കയറാൻ സാധ്യതയില്ല, കുളിമുറിയിൽ വേസ്റ്റ് വെള്ളം പോകുന്നതിൻ്റെ പൈപ്പ് മറ സൈഡിലാണ്, ഇപ്പുറ സൈഡിൽ വെന്റിലേറ്റർ മാത്രമേ ഉള്ളൂ, വെന്റിലേറ്റേഴ്സ് ഉള്ള സൈഡിലാണ് സാധാരണ പൈപ്പ് കൊടുക്കുന്നത്, അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്, പോരാൻ സാധ്യതയില്ല. ജനലിൽ കൂടെ കയറി 2 വർഷത്തിന് മേളിലായി ജനൽ തുറന്നിട്ട് അതിൽ കൂടെ പൊടിയിൽ കിടപ്പുണ്ട്, പൊടിയിൽ കൂടെ എഴിഞ്ഞു വന്ന പാടൊന്നുമില്ല. അതുപോലെ കട്ടിലിൽ കയറി വന്നൊക്കെ ആ ഭർത്താവും കൊച്ചും കിടന്നിട്ട് ആ കട്ടിലിൽ കൂടെ കയറി അവരുടെ ദേഹത്തിൽ കയറി ഇപ്പുറത്തെ കട്ടിലിൽ കയറി കടിക്കാനൊരു സാധ്യതയില്ല. ഇതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് എന്തായി, അത് സിനിമയാവുന്നു. അത് സിനിമയാവുന്നു ഇപ്പോൾ. അപ്പോൾ അതിലൊക്കെ ഈ സിനിമ മറ്റു മേഖലയിലൊക്കെ ചേട്ടൻ്റെ കുറേ ഐഡിയാസ് അല്ലെങ്കിൽ ചേട്ടൻ്റെ ആ ഒരു രീതികളൊക്കെ കുറേ സിനിമകളിൽ ഇൻസ്പിറേഷനായിട്ട് അങ്ങനെ ചോദിച്ച് വന്ന് ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പേര് എനിക്കൊരു സിനിമ ഉണ്ടായിരുന്നു, ഞാൻ അഡ്വാൻസ് വാങ്ങിച്ച സിനിമയാണ്, കാളമുണ്ടൻ എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ ഞാനത് വേണ്ടെന്ന് വയ്ക്കാൻ കാരണം, ആദ്യം അവർ പറഞ്ഞത് 1 മാസത്തെ ഷൂട്ടുണ്ടെങ്കിൽ 5 ദിവസം ഷൂട്ട്, 5 ദിവസം പാമ്പിനെ പിടിക്കാൻ പോകും, 5 ദിവസം ഷൂട്ട്, 5 ദിവസം പാമ്പിനെ പിടിക്കാം, പിന്നെ പിടിക്കാൻ പോകുന്ന പാമ്പുകളിൽ നിന്ന് ഉൾപ്പെടുത്തില്ല എന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവസാനം പറയുമ്പോൾ 1 മാസം ഞാൻ റെഗുലറായിട്ട് നിൽക്കണം. പിന്നെ 1 മാസം നിന്നതിന് ശേഷം പിന്നെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ അവരും കൂടെ വരും. അത് പാമ്പിനെ ഒരിക്കലും ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റും, ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് വെച്ചു. ആദ്യത്തെ ഒരു കടി പാമ്പിൻ്റെ ഇതാണ് ആദ്യത്തെ കടി. ഞാൻ അന്ന് മേശരിയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു 25 വർഷം പിന്നിട്ടിരിക്കാം. ഞാനൊരു 5 രൂപയ്ക്ക് ലേബറിന് പണിക്ക് ഇറങ്ങിയിട്ട് പിന്നെ 10ാം ക്ലാസ് ഹൈസ്കൂളൊക്കെ പോകുന്ന സമയത്തെല്ലാം 10 ദിവസം സ്കൂളിൽ പോകും, 10 ദിവസം ജോലിക്കും. അങ്ങനെയാണ് ഞാൻ ബുക്കൊക്കെ വാങ്ങി, അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് പഠിച്ചതാണ്. അങ്ങനെ വന്ന സമയത്താണ് പിന്നെ മേശരിയായി, പിന്നെ മേശരിയായിട്ട് മാറി. അങ്ങനെ മേശരിയായി. അങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എന്നെ വിളിക്കുന്നു, ഞാൻ പോയി പാമ്പിനെ പിടിക്കുന്നു. പിടിച്ചപ്പോൾ തന്നെ പിടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ കടിച്ച് ഞാൻ വീട്ടിലേക്ക് എൻ്റെ അനിയത്തെ കാണിക്കാണ്ട് കൊണ്ടുവരുന്ന സമയത്താണ് കടിക്കുന്നത്. കടിച്ചിട്ട് ഞാൻ 1/2 മണിക്കൂറോളം ആ പല്ലിങ്ങനെ ഇരിക്കുന്നു. കടിച്ച് ആ തല ഇങ്ങനെ തന്നെ പിടിച്ച് വെച്ചിരുന്നു. എൻ്റെ കൂടെ അന്നത്തെ പോസ്റ്റ്മാൻ, ഇന്ന് പോസ്റ്റ്മാൻമാരൊക്കെ പറഞ്ഞ ആൾക്ക് ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. ആ പോസ്റ്റ്മാൻ കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ഓർക്കുന്നത്. കൂടെ എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ വീട്ടിൽ കൊണ്ട് അനിയത്തെ കാണിച്ച് കുപ്പിയിലെടുത്തിട്ട് കെട്ടിയിട്ട് അടച്ച് വെച്ചതിന് ശേഷം ഹോൾ ഇട്ടതിന് ശേഷം ഇവിടെ ഒരു ചെറിയ കെട്ടിയിട്ട് ഞാൻ തിരിച്ച് പണിക്ക് പോയി. തിരിച്ച് 9:30 കടിച്ചിട്ട് 9:10 മണിക്ക് കടിച്ചിട്ട് ഞാൻ 2:30 മണി വരെ തിരിച്ച് പണി ചെയ്തുകൊണ്ടിരിക്കുക. 2:30 ഹോസ്പിറ്റലിൽ വരുന്നത്. അപ്പോൾ അത് പിന്നെ നേരെ പോയി അന്നത്തെ മുരുകേശൻ സാറായിരുന്നു അന്നത്തെ ഡോക്ടർ മെഡിക്കൽ കോളേജിൽ.
പിറ്റേന്ന് അന്ന് എല്ലാവരും അറിഞ്ഞു ബാബു സുരേഷ് മരിച്ചു എന്നാണ് അറിഞ്ഞത്. എന്തായാലും വളരെ സീരിയസ് ആയിരുന്നു. എന്നെ അന്ന് അടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിയായിരുന്നു. അന്ന് ശ്രീകൃഷ്ണ ജയന്തിയിൽ 2:30-3 മണിയായപ്പോൾ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ ആൾക്കാർ റീത്ത് തൊട്ടൊക്കെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മയും സാധനങ്ങളൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനവിടെ എനിക്ക് ബോധമില്ല, ഞാൻ ഹോസ്പിറ്റലിൽ ICUയിൽ തന്നെയായിരുന്നു. അത് ആദ്യത്തെ കടി. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കൊടപ്പനക്കുന്നിൽ വെച്ചൊരു കടി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കല്ലമ്പലം, വെഞ്ഞാറമൂട് മണ്ഡപൻകുന്ന്, പിന്നെ അതുപോലെ കൊട്ടാരക്കര പുത്തൂർ ശ്രീനാരായണ ആയുർവേദ മെഡിക്കൽ കോളേജിൽ വെച്ച് ഡോക്ടർമാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അണലിയുടെ കടി കിട്ടി. അങ്ങനെ പിന്നെ പത്തനംതിട്ടയിൽ കോന്നിയിൽ വെച്ച് അണലിയുടെ കടി കിട്ടി. ഇങ്ങനെ ഒരുപാട് കടി കിട്ടി. ഞാൻ പറയാമെന്നൊരു കാര്യം, ആരും പറയാത്തൊരു കാര്യമാണ്. എനിക്ക് ദേഷ്യം, എനിക്ക് മാനസികമായിട്ട് വിഷമം വരും മാത്രം ചില സമയത്ത് സഞ്ജയ് സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഈ കഴിഞ്ഞ നിങ്ങൾക്ക് ചിന്തിക്കേണ്ട കാര്യം, ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുന്നേ പൊന്മുടിയിൽ വെച്ചൊരു ചെറുപ്പക്കാരൻ പാമ്പടിയിൽ മരണപ്പെട്ടു. പാമ്പ് പിടിക്കുന്ന ആളാണ്. കാട്ടിനകത്ത് വെച്ചാണ് കടി കിട്ടും. എങ്ങനെ കടി കിട്ടി, എങ്ങനെ മരണപ്പെട്ടു, പൊന്മുടിയിൽ എന്തിനു പോയി, എങ്ങനെ പോയി, ആരോടൊപ്പം പോയി, ആരൊക്കെ ഉണ്ടായിരുന്നു എന്നൊരു അന്വേഷണം ഇല്ല. അദ്ദേഹം കടിയേറ്റ് മരണപ്പെടുന്നു. കയ്യിൽ വെച്ചാണ് കടിയേറ്റ്. കാട്ടിനകത്ത് വെച്ച് പാമ്പിനെ പിടിച്ച് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിലാണ് കടി കിട്ടുന്നത്. കൂടെ എല്ലാവരും വീഡിയോ എടുത്തിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. ആൽക്കഹോളായിരുന്നു, നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. കൂടെ ഉള്ളത് എല്ലാവരും. പിന്നെ എൻ്റെ കൂടത്ത് ചില ആൾക്കാർ മോർച്ചറിയിൽ വെച്ച് ചേട്ടാ ഞങ്ങളെ രക്ഷിക്കണം, ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരുന്നത്. കാരണം ആ മരിച്ച ചെറുപ്പം ഇപ്പം എനിക്ക് പറയാം, മരിച്ചു, കിട്ടാനുള്ള കോമ്പൻസേഷനെ കിട്ടി, വൈഫിന് ജോലി കിട്ടി. ഇനി പറയുന്നുണ്ട് എനിക്ക്, പക്ഷേ മറ്റേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം തൊട്ട് മുന്നിൽ നടക്കുമ്പോഴാണ് എൻ്റെ മേളിൽ കുതിരേറാൻ വരുന്നത്. അതെ, ഈ ബാബാ സുരേഷ് എന്നൊരു വ്യക്തിയെ ഒരാൾ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ സമീപിക്കുക, പാമ്പ് പിടിക്കാനുണ്ട്, ഇങ്ങനെ പാമ്പിനെ കണ്ടു എന്ന്, ബാബാ സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തി എടുക്കുന്ന ഒരു പ്രിക്കോഷൻസ്, അതിന് മുമ്പ് തയ്യാറെടുക്കുന്ന എന്തെങ്കിലും ഒരു രീതി ഉണ്ടോ? ഒന്നുമില്ല, അങ്ങനെ തയ്യാറെടുപ്പൊന്നുമില്ല. ഞാൻ നിൽക്കുന്ന വേഷത്തിൽ അങ്ങ് പോകുന്നു, നിൽക്കുന്ന രീതിയിൽ പോകുന്നു. ഒന്നും ചെയ്യുന്നത് പാമ്പ് മൂർഖനാണെങ്കിലും രാജാമ്പലം എന്ത് വിളിച്ചാലും അത് എവിടെയും. പക്ഷേ എനിക്ക് കിങ് കോബ്ര അറിയാലോ, ഞാനിന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ, എനിക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കിങ് കോബ്ര 238 കിങ് കോബ്ര പിടിവിടാൻ കഴിഞ്ഞു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ. ഞാൻ അതിന്റെ വിക്കിപീഡിയയിൽ ചേട്ടൻ്റെ കണക്കുകൾ നോക്കുമ്പോഴേ 1, 2, 10, 15 ഒന്നല്ല, 55-ന് മേലെ ടോട്ടലി ഉണ്ട് എല്ലാം കൂടി. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാമ്പിന് പിടികൂടിയ ആൾ, ഏറ്റവും കൂടുതൽ എല്ലാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാമ്പിന് പിടികൂടിയ ആൾ ഞാൻ പറയുന്നതല്ല, വിക്കിപീഡിയ പറയുന്നത്, റെക്കോർഡുകളാണ് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വീഡിയോസ് കിടക്കുന്നത് നമ്മുടെ വീഡിയോസാണ്. അത് മാത്രമല്ല ഒരു ചരിത്രത്തിലെ പ്രോഗ്രാമാണ് ഈ ഒരു എപ്പിസോഡ്, ഒരു പ്രോഗ്രാം, ഒരു പാമ്പുകളെ കുറിച്ചുള്ള ഒരു പ്രോഗ്രാം 1100-ഓളം പ്രോഗ്രാം എപ്പിസോഡ് ചെയ്തൊരു പ്രോഗ്രാം. അത് തന്നെ അവയർനെസ് പ്രോഗ്രാമുകൾ. ഞാൻ ഏറ്റവും കൂടുതൽ അവയർനെസ് പ്രോഗ്രാം 11,000-ലേറെ അവയർനെസ് പ്രോഗ്രാം ചെയ്തു. ചെന്നൈയിൽ, ഡൽഹിയിൽ ഒക്കെ പോയി അവയർനെസ് പ്രോഗ്രാം, കർണാടക ഒക്കെ പോയി അവയർനെസ് പ്രോഗ്രാം, ഉള്ള സ്ഥലത്തൊക്കെ പോയി അവയർനെസ് പ്രോഗ്രാം ചെയ്താണ്. കേരളത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ ചെയ്തു, ഒരുമാതിരിപ്പെട്ട സ്കൂളുകളൊക്കെ ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ എന്നെ പ്രോഗ്രാമിന് വേണമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. അവിടെയാണ് എനിക്കിട്ട് കത്തിരി വിടുന്നത്, ബ്ലോക്ക് വിടുന്നത്. അപ്പോൾ നമ്മളെ എത്രത്തോളം മോശപ്പെടുത്താമോ അങ്ങനെ. അവരെന്താണ് നേടുന്നത് ഇതിലൂടെ? അത് അവർക്കൊരു മാനസിക ഉല്ലാസമായിരിക്കും, മാനസിക സുഖം. ലഹരി, എനിക്ക് പാമ്പ് ലഹരിയാണ്. ഞാനിപ്പോൾ ഒരു രാജവമ്പല പിടിക്കാൻ, രാജവമ്പല കോളൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും ഭയങ്കര അപ്പോഴും ഞാൻ തയ്യാറാവും. കാരണം എങ്ങനെയാണ് അവിടെ എത്തിയാൽ ആരെങ്കിലും വിരട്ടി വിടുവോ അല്ലെങ്കിൽ പോവുമോ. പത്തനംതിട്ട വിളിച്ചു ഞാൻ പിന്നെ വണ്ടി കയറി കിടന്ന് ഉറക്കം വരില്ല. ഞാൻ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ കൈ വെച്ചു, കാരണം ടെൻഷൻ കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അവിടെ എത്തുന്നത് വരെ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ കൂടെ ഉള്ളവരെ ഞാൻ ഓർക്കാറില്ല. പിന്നെ എൻ്റെ കൂടെ ആരെയും ഞാൻ ഓർക്കാറില്ല. എൻ്റെ കൂടെ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ പിന്നെ പിടിച്ച് അവനെ കഴിഞ്ഞ് അവനെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ആ കയ്യിലൊക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് ചാക്കിലാക്കിയതിന് ശേഷം മാത്രമേ പിന്നെ അവരോട് സംസാരിക്കാറുള്ളൂ. അതുവരെ ഭയങ്കര ടെൻഷനാണ്. പക്ഷേ കടികൾ ഒരു കാര്യം, ഇതൊരു അന്ധവിശ്വാസമൊന്നുമല്ല. നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ മതി. എൻ്റെ എല്ലാ കടികളും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കടികളും ഇപ്പോൾ ഈ കിട്ടിയ കടി ഉൾപ്പെടെ ചില ദിവസം വരെ എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ പറഞ്ഞു, ഒരു രാജവമ്പളുടെ കുഞ്ഞെൻ്റെ കയ്യിൽ നിന്ന് കടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. പിറ്റെന്ന് കടിച്ചു. രാജവമ്പൽ അല്ലെങ്കിൽ പോലും കയ്യിലിരിക്കുന്ന കുഞ്ഞ്, എൻ്റെ കയ്യിലെടുത്ത് വയ്ക്കുന്ന കുഞ്ഞെന്ന് പറയുമ്പോൾ ചെറിയ കയ്യിലേക്ക് കടിക്കാൻ പറ്റുന്ന കുഞ്ഞ് മോർക്കൻ്റെ കുഞ്ഞായിരുന്നു. കടിച്ചു 15 ദിവസം കിടന്നു ഹോസ്പിറ്റലിൽ. ഒരു കാര്യം കൂടെ, ഇപ്പം ഈ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ പറയാം പാമ്പിനെ തല്ലിക്കൊന്ന ശാപമുണ്ട്, പിന്നെ ഇങ്ങനെ പിടിക്കുന്നതിൽ തെറ്റാണെന്നൊക്കെ പറഞ്ഞ ഒരു വിശ്വാസം ഇതിൻ്റെ പുറകിലുണ്ടല്ലോ. അത്തരത്തിലൊരു വിശ്വാസിയാണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മളെല്ലാവരും എന്താ പറയുക, പ്രകൃതിയാണ്. പ്രകൃതിയിലൊരു സത്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനി എന്താ പറയുക, മോസ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചർച്ച ആയിക്കോട്ടെ, അല്ലെങ്കിൽ അമ്പലം ആയിക്കോട്ടെ, പാമ്പിനെ ആരാധിക്കുന്നതുകൊണ്ടാണ് പാമ്പെന്ന് ഭൂമിയിലുള്ളത്. അതൊരു പരമമായ സത്യമാണ്. ഇതിന് മുന്നേ പാമ്പിനെ ആരാധിച്ചില്ല, അങ്ങനെ ഒരു വിശ്വാസം, ഒരു കൺസെപ്റ്റ്, ഇതൊരു ഭയങ്കര സംഭവം എന്നല്ല, അങ്ങനെ കൺസെപ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരു ജീവിയും ഒരു പാമ്പ് ഭൂമിയിൽ ഉണ്ടാകത്തില്ല. ആ പേടി, ആ ആരാധന, അതുകൊണ്ട് തന്നെ ബഹുമാനിക്കില്ല. അന്ന് അപ്പോഴും തല്ലിക്കൊന്ന് കുഴിച്ചു വിടുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അമിതമായിട്ടുള്ള അന്ധവിശ്വാസിയാണ്.
അമിതമായിട്ട് അന്ധവിശ്വാസം എന്ന് വെച്ചാൽ ഞാൻ എല്ലാം സംശയത്തോടെ കാണുന്ന ഒരാളാണ്. കാരണം ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്താ പറയുക, ഇത് ഒരു മീഡിയയിൽ നിങ്ങളാരും വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറയുന്നത് എൻ്റെ മാത്രം അവകാശമാണ്, എൻ്റെ മാത്രം വിശ്വാസമാണ്. അത് വേണ്ടെന്ന് പറയാൻ ലോകത്ത് ആർക്കും അവകാശമില്ല. ഞാൻ പാമ്പിനെ ആരാധിക്കുന്ന ഒരാളാണ്, പാമ്പിനെ നന്നായിട്ട് ആരാധിക്കുന്ന, പാമ്പിനെ ദൈവമായിട്ട് സങ്കല്പിച്ച് ആരാധിക്കുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ ഞാൻ ചിന്തിച്ച സമയത്ത് എനിക്ക് എൻ്റെ വീട്ടിൽ കുറേ ദുരനുഭവങ്ങളുണ്ടായി. ദുരനുഭവങ്ങൾ അടുപ്പിച്ചുണ്ടായ സമയത്ത് ഞാൻ ആലോചിച്ചു, ഇന്ന രീതിയായിരിക്കും പാമ്പുകൾ ഇണചേരുന്ന സമയത്ത് ഞാൻ ഇണചേരുന്ന പാമ്പുകളെ പിടിച്ച് പല സ്ഥലത്ത് കൊണ്ടുവരുന്ന ഇണ രണ്ടായിട്ട് പിരിഞ്ഞ് പോകുന്നു. ഇതൊരു അന്ധവിശ്വാസമൊന്നുമില്ല. ഈ കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട ആത്മാർപ്പണത്തോടുകൂടി പാമ്പിനെ പിടിച്ചവരുടെയൊക്കെ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ദുരനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ട, വൈദ്യന്മാരുടെ പേര് എടുത്ത് നോക്കിയാൽ, പാമ്പ് ചികിത്സിക്കുന്ന വൈദ്യന്മാരുടെ രീതി എടുത്ത് നോക്കി, നല്ല പണ്ടത്തെ ഒന്നെടുത്ത് നോക്കി നമുക്കറിയാൻ പറ്റും. ഓരോ കുറ്റവും കുറവുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പ്രകൃതി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പാമ്പ് ദൈവമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ദൈവമാണ്, മറ്റുള്ളവർ വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതിൽ ഒരുപാട് എന്താ പറയുക, പറഞ്ഞാൽ നമുക്ക് ഒരു എപ്പിസോഡോ നിങ്ങൾക്ക് 2 എപ്പിസോഡോ 5 എപ്പിസോഡ് 10 എപ്പിസോഡിൻ്റെ തീരത്തില്ല. ഇത് മണിക്കൂറിൽ സംസാരിക്കാൻ നമുക്ക് യാഥാർത്ഥ്യമുണ്ട്, കഥകളല്ല. ഞാനിപ്പോൾ അറിയില്ല, ഞാനിപ്പോൾ ഒരു 25,000 30,000 മൂർഖൻ അവൻ്റെ മുട്ട വിട്ട് എൻ്റെ വീട്ടിൽ വിരിയിച്ചു. അണലിയുടെ കുഞ്ഞുങ്ങളെ എൻ്റെ വീട്ടിൽ ഞാൻ പ്രസവിപ്പിച്ചു. അതുപോലെ പാമ്പ് മാത്രമല്ല, ഇന്നലെ ഞാൻ ഫ്ലാറ്റിൽ നിന്ന് 4 പഴവുണ്ണിയെ പിടികൂടി. അങ്ങനെ ഈ പാമ്പുകളുടെ എണ്ണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, ഈ കേരളത്തിലെ പാമ്പുകളുടെ എണ്ണം വർദ്ധിക്കുകയാണോ അതോ കുറയുകയാണോ? അത് ഏറ്റവും നല്ല ചോദ്യമാണ്. കാരണം ഞാൻ ആദ്യം ഓർത്തിരുന്നത് പാമ്പുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്, പാമ്പ് കടിയുടെ എണ്ണം കൂടിയിട്ടുണ്ട്, പാമ്പിൻ്റെ കടിയേറ്റ മരണവും കൂടിയിട്ടുണ്ട്. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നതിന് ശേഷം പാമ്പ് കടിയില്ലാന്ന്, ശുദ്ധ മണ്ടത്തരാണ്. ഇപ്പോഴാണ് വീടിനകത്ത് കിടന്നിറങ്ങുന്ന ആൾക്കാർക്ക് പാമ്പ് കടിയിട്ട് മരണപ്പെടുന്നതായിട്ട് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, എത്ര കടി മരണ പറഞ്ഞേ, എത്ര വീട്ടിനകത്താണ്. വാഹനങ്ങളിൽ കയറുന്നത് എന്തുകൊണ്ടാണ്? വാഹനം ഇപ്പോൾ പണ്ട് പാമ്പ് ഇത്രയും പാമ്പില്ലായിരുന്നു. ഇപ്പോൾ പാമ്പ് എവിടെ നിന്ന് വരുന്നൊരു പഠനമുണ്ടോ? എവിടെ നിന്ന് വരുന്നൊരു പഠനമുണ്ടോ? പഠനമില്ല, ഒരു പഠനങ്ങളും ഇല്ല. പിന്നെ നമുക്ക് എന്താ പറയുക, വസിക്കാനുള്ള ഇപ്പോൾ പാറ കെട്ടി, ഇപ്പോൾ ഒരു ഭിത്തി കെട്ടുന്ന ഭിത്തി കെട്ടുന്നതിന് പാറ കൊണ്ട് കെട്ടുന്നു, ഗ്യാപ്പ് ഇട്ട് കെട്ടുന്നു. അപ്പോൾ ഈ ഗ്യാപ്പിനകത്ത് വന്നിരിക്കുന്നു അവന് ഇഷ്ടം പോലെ പ്രജനനം നടത്താം. അപ്പോൾ അവന് പിന്നെ കാട് ഇപ്പോൾ പറമ്പ് പല വീട്ടിലും പോകുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമുക്കിന് വിഷമം തോന്നും. വീട്ടിനകത്ത് ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിയുക, അല്ലെങ്കിൽ കൊണ്ട് കത്തിക്കുക, എന്തെങ്കിലും ചെയ്യും. ഇന്ന് പല വീട്ടിലും ചെല്ലുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ വേസ്റ്റ് വാരി കൂട്ടി വെച്ചിരിക്കുകയാണ്. ആ വേസ്റ്റിൻ്റെ ഇടയിൽ എലി വരും. അവന് ബിരിയാണി നമ്മുടെ വീട്ടിൽ വെച്ചിട്ട്, അവൻ്റെ ഭക്ഷണമായ ബിരിയാണി വീട്ടിൽ വെച്ചിട്ട് പാമ്പ് വരുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവൻ്റെ ബിരിയാണി എലിയും തവളയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ട് പാമ്പ് വന്നുകൊണ്ട് അവൻ്റെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമുണ്ടോ? ഇവിടെ എലിയും തവള ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഈ അടുത്ത തമാശ തോന്നി കേട്ടോ, കേരളത്തിൽ പാമ്പടിയുടെ എണ്ണം കൂടുന്നത് കാലിലെ തള്ളവെള്ളിലെ രോമം നോക്കിയാണ് പാമ്പ് വരുന്നു എന്നൊരു ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച ഒരു ബൈറ്റ് ഉണ്ട്, എനിക്ക് ചിരി വന്നു. അതിനിടെ ഞാൻ കമൻറ്റ് ഇടുകയും ചെയ്യാം. ഞാൻ പറഞ്ഞ് എന്ത് തേങ്ങയാണ് പറയുന്നത് കൊണ്ട് ഞാൻ അടി കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ കാലിലൊരു തള്ളവെള്ളി രോമമുണ്ടോ? തള്ളവെള്ളി രോമമുണ്ടോ? ആ രോമം നോക്കിയിട്ടാണ് പാമ്പ് വരുന്നത്. ഈ 2 രോമം നോക്കിയിട്ടാണ് പാമ്പ് ദൂരെ നിന്ന് ഇങ്ങനെ ആ രോമത്തിൻ്റെ നെഴൽ നോക്കിയിട്ടാണ് പാമ്പ് കടിക്കാൻ വരുന്നത്. ഇപ്പോൾ തള്ളവെള്ളിലെ രോമം നോക്കിയിട്ടാണ് പാമ്പ് വരുന്നത് കടിക്കാനായിട്ട്. അങ്ങനെ പാമ്പ് കടി കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ പിന്നെ ആണെങ്കിൽ ഷൂ കിട്ടുന്ന ആൾക്കാർ എങ്ങനെ കടിക്കുന്നത്? പാമ്പ് എങ്ങനെ തിരിച്ചറിയുന്നത്? ഇവിടെ രോമം ഇരിക്കുന്നത് എങ്ങനെ തിരിച്ചറിയുന്നത്? കുറേ എന്താ പറയുക, കുറേ പൊട്ടത്തരങ്ങൾ പറയുമ്പോൾ അതെല്ലാം ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ കുറേ ആൾക്കാർ, അതാണ് സംഭവം. അങ്ങനെ വരുമല്ലേ? കാഴ്ചയില്ലാത്ത, കേൾവിയില്ലാത്ത, ഓർമ്മയില്ലാത്ത, മൂക്കുകൊണ്ട് സ്മെല്ലെടുക്കാൻ കഴിയാത്ത, എന്താ പറയുക, നാക്കുകൊണ്ട് മാത്രം സെൻസ് ചെയ്യുന്ന ജീവിയാണ് ഇന്ന് രോമം കണ്ടിട്ട് ഇങ്ങനെ കണക്കെടുത്ത് വരും. ഇതൊക്കെ എന്തൊക്കെ പൊട്ടത്തങ്ങൾ എഴുന്നള്ളിക്കുന്നത്? തീർച്ചയായും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഈ ഒരു തെറ്റായ ധാരണകൾ ഈ ഒരു പാമ്പ് പിടുത്ത മേഖലയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട്. ഇപ്പം നമുക്കൊരു സമയം ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ പ്രചരണമേ ഉള്ളൂ, അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ ഇങ്ങനെ വളരെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു എപ്പിസോഡ് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു അരമണിക്കൂർ ഇന്റർവ്യൂ കൊണ്ടോ നമുക്കിത് തീരുന്ന നല്ല വിശേഷങ്ങളും കാര്യങ്ങളും. എന്തായാലും നമുക്ക് ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വഴി ഏതെങ്കിലും ഇനിയും ഒരു മീറ്റ് ചെയ്യാൻ വേണ്ടി അവസരം കിട്ടുകയാണെങ്കിൽ എന്തായാലും എന്താണ് ഏട്ടാ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഈ ഒരു തെറ്റായ പ്രചരണം, അതുപോലെ തന്നെ ഈ കുട്ടികളിലടക്കം ഈ പാമ്പ് വളർത്തൽ അല്ലെങ്കിൽ പാമ്പ് പിടുത്തവുമായി ബന്ധപ്പെട്ടുള്ള അവബോധങ്ങൾ ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചു തുടങ്ങേണ്ടതൊക്കെ ഒരു അനിവാര്യമായിട്ടുള്ളൊരു ഘടകമായി മാറിയിട്ടുണ്ട്. അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. പ്രേക്ഷകരോട് ചുരുക്കത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, പാമ്പ് നമ്മൾ സാധാരണ കടി കിട്ടുന്നു, മരണം കൂടാൻ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ. നിങ്ങൾ പലരും പാമ്പ് കടി കിട്ടുമ്പോൾ ഉടനെ കടി കിട്ടിയ ആളിനെ എത്രയൊക്കെ പറഞ്ഞാലും മാറ്റാതെ ഓടി അടുത്തുള്ള വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോകും. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നഴ്സിംഗ് ഹോമിൽ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി നിങ്ങൾ സമയം പാഴാക്കും. കുറച്ച് അവിടെ നിർത്തി, അവിടെ ഇരുത്തി, അല്ലെങ്കിൽ കിടത്തി, അല്ലെങ്കിൽ അവിടെ മുറിവൊക്കെ തട്ടി നോക്കി എന്തൊക്കെയാണെന്ന് നോക്കി. അവർക്ക് അറിയാത്ത ചില ആൾക്കാർ, ചില ഉത്തരവാദിത്തപ്പെട്ടവർ നിങ്ങൾ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമെന്ന് പറയും. അവിടെ വെയിറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് സിംറ്റംസ് കാണിക്കുമ്പോൾ നിങ്ങൾ നേരെ ആൻറ്റിവനം ചെയ്യാനുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയില്ല. ഓർക്കുക, പാമ്പ് കടിയേറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് പേടിപ്പിക്കാതിരിക്കുക. രണ്ടാമത് നടക്കാനോ കിടക്കാനോ സമ്മതിക്കരുത്. പിടിച്ചിരുത്തുക. ഒരു കാരണവശാലും കയറോ റോപ്പോ ഉപയോഗിച്ച് കെട്ടരുത്. ബ്ലേഡോ പിച്ചാത്തി ഉപയോഗിച്ച് മുറിവുണ്ടാക്കരുത്. അത്
അതുപോലെ ഒരു കാരണവശാലും ടൈറ്റാക്കി കെട്ടരുത്. ഈ കഫിൻ്റെ അത്രയും വീതിയുള്ള തുണി നല്ല നീളത്തിന് കീറിയെടുക്കുക. നമ്മുടെ കൈ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ കൈ ആണുങ്ങൾക്കാണെങ്കിൽ പെണ്ണുങ്ങൾക്കാണെങ്കിൽ 5 ഇഞ്ച് മുതൽ 7 ഇഞ്ച് വരെ അകലം ഉണ്ടാവും. ആണുങ്ങൾക്കാണെങ്കിൽ 5 ഇഞ്ച് മുതൽ 9 ഇഞ്ച് വരെ അകലം ഉള്ള ആൾക്കാരുണ്ട്. എവിടെയാണോ കടിയേറ്റ് അവിടെ നിന്ന് ഒരു കൈ അകലം എടുക്കുക. അകലത്തിന് മുകളിലേക്ക് ആ വീതിയുള്ള തുണി വെച്ച് കെട്ടുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം രക്തോട്ടം തടയുക എന്നല്ല, രക്തോട്ടം കുറയ്ക്കുക എന്നാണ്. കെട്ടിയതിന് ശേഷം വീണ്ടും ഒരു കഷ്ണം തുണിയുടെ എടുക്കുക, കുറച്ചുകൂടെ മേളിലോട്ട് കെട്ടുക. കടിയേറ്റ ഭാഗം ഒരിക്കലും തൂക്കി ഇടരുത്, മേപ്പോട്ട് പൊക്കി വെക്കരുത്. താഴെ ഹാർട്ടിൻ്റെ താഴെ ഇങ്ങനെ വെച്ച് അദ്ദേഹത്തെ എടുത്ത് ഇരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. ഒരപകടം ഉണ്ടാകാൻ പോകുന്നില്ല. കിടക്കുന്ന സമയത്ത് ഒരു കാരണവശാലും മലർന്നോ കമിഴ്ന്നോ, മൂർഖൻ്റെ ആണെങ്കിലും മൂർഖൻ്റെ കടിയെ കേൾക്കുമ്പോൾ നമുക്ക് ശ്വാസകോശം ശ്വാസതടസ്സം അനുഭവപ്പെട്ട് ഹാർട്ടിൻ്റെ ശ്വാസപ്രവണത ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കമന്ന് കിടക്കുമ്പോൾ അത് പെട്ടെന്ന് മരണത്തിലേക്ക് പോകും. മലർന്ന് കിടന്നാലും അത് ബുദ്ധിമുട്ടാണ്. ചരിച്ച് കിടത്തി അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വായിക്കൂടി വരുന്ന സലൈവ ഇങ്ങനെ ഒലിച്ച് പുറത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം കുറച്ചുകൂടി ഒന്ന് ശ്വാസം എടുക്കാൻ അദ്ദേഹത്തിന് ബ്രീത്ത് ചെയ്യാൻ അദ്ദേഹത്തിന് കുറച്ചുകൂടി എളുപ്പം ഉണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു കാരണവശാലും കടിയേറ്റ ആളിൻ്റെ ആ കടിവായിൽ നിന്ന് നിങ്ങളുടെ വായ് കൊണ്ട് മറ്റൊരാളുടെ വായ് കൊണ്ട് കടിച്ച് ബ്ലഡ് എടുക്കരുത്. കാരണം നിങ്ങൾ ബ്രഷ് ഉപയോഗിച്ച് പല്ല് കഴിക്കുന്ന മോണയിലൊക്കെ മുറിവുണ്ടാവും. നിങ്ങൾ അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഈ ബ്ലഡിൽ കൂടി വരുന്ന അംശം നിങ്ങളുടെ ഈ പല്ലിൻ്റെ ആ മുറിവിലൊക്കെ വരാം. അത് പിന്നീട് അവിടെ ഇരുന്ന് നിങ്ങൾക്ക് അപ്പോഴും അപകടം ഉണ്ടാവണമെന്നില്ല. കുറച്ചാൾ കഴിയുമ്പോൾ അവിടെ നിന്ന് പഴുത്തിട്ട് മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ അറിയുകയില്ല, നമ്മളത് ചിലപ്പോൾ ഓർക്കുകയില്ല. പറയാൻ കാരണം കോട്ടയം ജില്ലയിൽ 2 പെരുമ്പാമ്പിൻ്റെ കടിയിൽ 10 വർഷങ്ങൾക്ക് മുന്നേയും 11 വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു. കടിയേറ്റ് 10 വർഷം കഴിഞ്ഞപ്പോൾ ആ സ്കിന്നിൽ അന്ന് അയാൾ പോയി TT ഒക്കെ എടുത്ത്, പക്ഷേ കുഴപ്പമൊന്നുമില്ല, മുറിവൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു. പക്ഷേ 10 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ചൊറിച്ചിൽ പാടുവന്നു. അതൊക്കെ നേരെ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ നേരെ RCCയിലേക്ക് വിട്ടു. RCC വന്ന സമയത്ത് എന്നെ വിളിച്ചു. അപ്പോൾ ഞാനത് കൺഫേം ചെയ്തു. അത് സ്കിൻ ക്യാൻസറായി മാറി എന്നുള്ളത് കൂടി മറന്നു പോരുക. ചേര കടിച്ചാലും നീർക്കോലി കടിച്ചാലും ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക, നന്നായിട്ട് കഴുകുക, സോപ്പിട്ടൊക്കെ നന്നായിട്ട് കഴുകുക. എന്നിട്ട് TT അന്നോ പിറ്റേന്നോ പോയി TT എടുക്കുക. ഇതൊക്കെ എലിയും തവളയൊക്കെ കഴിക്കുമ്പോൾ എന്താ വെച്ചാൽ അഴുകി ഇറങ്ങുന്ന സാധനം. അപ്പോൾ തിരിച്ച് ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ വായിക്കാത്ത മുണയിൽ അതിൻ്റെ ഉമിനീരിലൊക്കെ അണുക്കളുണ്ടാവും. ഇതൊക്കെ അപകടമായി മാറുമെന്ന് മാത്രമേ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ. സൂക്ഷിക്കണം. നിർബന്ധമായിട്ട് പാമ്പുകളുടെ ഇണചേൽ സമയം തന്നെ നവംബർ, ഡിസംബർ, ജനുവരി പകുതി വരെയാണ്. അണലിയുടെ ഇണചേലാണ് ആദ്യം നവംബറിന് തൊട്ട് മുന്നേ തുടങ്ങുന്നത്. നവംബർ പകുതി ആയി കഴിഞ്ഞാൽ മുറുക്കൻ്റെ ഇണചേലാണ്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് എല്ലാവരും ഇണന്ന് കൂടിയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. രാത്രി കാണുന്ന സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ചെരുപ്പിട്ട് തട്ടി നടന്ന് പോവുക. റബ്ബർ ടാപ്പിങ്ങിന് പോകുന്നതിന് പറ്റുമെങ്കിൽ ഗംബൂട്ട് ഉപയോഗിക്കുക. ഹെഡ് ലൈറ്റ് ഇല്ലെങ്കിൽ പോലും അപകടം ഉണ്ടാവും. ഗംബൂട്ട് ഉപയോഗിക്കുക, ചെരുപ്പിട്ട് തട്ടി നടന്ന് പോവുക. ഒരു പാമ്പടി ആർക്കും ഉണ്ടാവാൻ പോകുന്നില്ല. ഏറ്റവും നല്ലത് പാമ്പടിയിട്ട് ഏറ്റവും നല്ലത് മോഡേൺ മെഡിസിൻ എന്നറിയപ്പെടുന്ന ആൻറ്റിവെനം, മിക്സഡ് ആൻറ്റിവെനം. അതിന് പാമ്പിനെ അറിയേണ്ട കാര്യമില്ല. ഏത് പാമ്പ് കടിച്ചാലും ഒറ്റ മെഡിസിനേ ഉള്ളൂ. അപ്പോൾ മൂർഖൻ കടിച്ചാലും രാജകൊമ്പ് കടിച്ചാലും അണലി കടിച്ചാലും ശങ്കുരം കടിച്ചാലും ഒക്കെ ഒരു മെഡിസിനേ ഉള്ളൂ, മിക്സഡ് ആൻറ്റിവെനം. അത് ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്ത് ഒരുപാട് ഹോസ്പിറ്റലുണ്ട്, കേരളത്തിൽ ഒരുപാട് ഹോസ്പിറ്റലുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ പേര് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ധാരാളം. നമ്മുടെ മെഡിക്കൽ കോളേജ് ആയിരുന്നാൽ പോലും കോഴിക്കോടായിരുന്നാലും തിരുവനന്തപുരം, കോട്ടയം ഒക്കെ ഉള്ള എല്ലാ മെഡിക്കൽ കോളേജിലും നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. കുട്ടികൾ മനഃപൂർവ്വം പോയി പാമ്പിനെ പിടിച്ച് അപകടം ഉണ്ടാകുന്നതല്ല, അറിയാതെ പോയി സഞ്ചരിച്ച് അപകടം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് അത് അമ്മമാർ ശ്രദ്ധിക്കാത്തതുകൊണ്ട് മാത്രമാണ് അത് അപകടം ഉണ്ടാകുന്നത്. വളരെ സന്തോഷം ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിലും ഇത്രയും എൻ്റെ കുഞ്ഞു അറിവുകൾ പങ്കിടാൻ കഴിഞ്ഞതിന്. ഇനി ഉൾക്കൊള്ളേണ്ടത് നിങ്ങളുടെ കാണുന്ന പ്രേക്ഷകർക്കാണ് മനസ്സിലാക്കേണ്ടതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഒരു കാര്യം കൂടെ 2 വാക്കിലായിട്ട് കുടുംബം എല്ലാം സുഖമായിട്ട് വന്നു. അമ്മയും അനിയത്തി 2 ചേട്ടന്മാർ, അച്ഛനൊക്കെ അടങ്ങുന്ന കുടുംബം. അച്ഛന് തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്നു. ഇപ്പോൾ മരണപ്പെട്ടിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ അനിയത്തിക്ക് ഒരു 7 വർഷം കൊണ്ട് ഷുഗർ ഉണ്ടായിരുന്നു. ഷുഗർ ഇപ്പോൾ കുറച്ച് വർദ്ധിച്ചിട്ട് ഒരു കിഡ്നി ഫെയിലിയറായി, മറ്റേ കിഡ്നിയുടെ പ്രവർത്തനം കുറച്ച് കുറഞ്ഞു വരുന്നു. പിന്നെ അമ്മയ്ക്ക് കേൾവി കുറവാണെങ്കിലും ഒത്തിരി ഓർമ്മ കുറവുണ്ടെങ്കിലും അമ്മ പശുവിനെയൊക്കെ വളർത്തി സുഖമായിട്ട് മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ സന്തോഷമായിട്ട് പോകുന്നു. പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരോടും പങ്കുവെക്കാറില്ല. ഒരുപാട് ഇതിനോട് ഒരു നന്ദി പറയാനുള്ള ഒരുപാട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിട്ട് ഒരുപാട് വിദേശത്തുള്ള ഒത്തിരി പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്. അവർക്ക് എന്തായാലും നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഒരു പ്രത്യേകിച്ച് നന്ദി പറയേണ്ട ആവശ്യം. കാരണം ഞാൻ വീഴുമ്പോൾ എന്നെ അവർ കൈ പിടിച്ച് എഴുപ്പിക്കുകയാണ്. ഞാൻ എഴുക്കുന്നത് കൊണ്ടാണ് എനിക്ക് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് നമ്മുടെ പ്രോഗ്രാം കാണുന്ന ലോകമെമ്പാടുമുള്ള എൻ്റെ പ്രിയപ്പെട്ട ബന്ധുക്കൾ എന്നെ പറയുന്നത്, ഇന്ന് എന്താ പറയുക, ചോരയാണ് നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്തത്. മറ്റെല്ലാവരും നമ്മുടെ ബന്ധുക്കളാണ്. അപ്പോൾ പുറത്തുള്ള എല്ലാവരും നമ്മുടെ ബന്ധുക്കളാണ്. അവർക്കൊക്കെ പ്രത്യേകിച്ച് ഈ അവസരത്തിൽ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ നന്ദി, ബിഗ് സല്യൂട്ട് തരുന്നില്ല. രാഷ്ട്രീയം എനിക്ക് ഉണ്ടായിരുന്നു, വ്യക്തമായിട്ടൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ
ഞാൻ ഒന്നിനും താല്പര്യപ്പെടുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഈ മേഖലയിൽ വന്നപ്പോൾ ഞാനൊരു രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ പോകുന്ന ഒരാളല്ല. എന്നെ ഇപ്പോൾ ഒരു ദേശീയ പാർട്ടി എന്നെ മത്സരിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാരണം, എനിക്ക് എല്ലാവരും വേണം. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർ, ഇപ്പോൾ ഞാനൊരു രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ എന്നെ ആ ഒരു രീതിയിലേക്ക് കാണുകയുള്ളൂ. അപ്പോൾ എന്നെ പിന്നെ ഞാനൊരു പാമ്പിനെ പിടിക്കാൻ ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു അടിയിലത്തെ ഒരു കമൻസ്, ഞാനൊരു ഫോട്ടോയുടെ അടിയിലത്തെ ഒരു കമൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നു എന്ന് അറിഞ്ഞ സമയത്ത് അതിൻ്റെ അടിയിലൊരു കമൻസ് ഇട്ടത്, ഒരാൾ കമൻസ് ഇട്ടത്, കോഴിക്കോട് മലപ്പുറമാണ്, ഇനി ഞങ്ങൾ പാമ്പ് കടിച്ച് മരിച്ചാലും ഈ നായിൻ്റെ മുനെ വിളിക്കില്ല എന്നായിരുന്നു അതിൻ്റെ അടിയിലെ കമൻസ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി നിൽക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി വിശ്വസിച്ച് കഴിഞ്ഞാൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ എതിർക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഞാനൊരു രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്ന ആളല്ല, താല്പര്യമില്ല. എന്നെ ഒരുപാട് ആം ആദ്മി പാർട്ടി കഴിഞ്ഞതിൽ എന്നെ ചെറിയ മണ്ഡലത്തിൽ മത്സരിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ BJP വിളിച്ചു. അതുപോലെ നമ്മുടെ കടകംപള്ളി സാർ കഴിഞ്ഞ ഒരു ഇലക്ഷനിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആറ്റിപ്പറയിൽ മത്സരിക്കാൻ. അങ്ങനെ എല്ലാവരും വിളിക്കും. ഞാൻ എല്ലാവരോട്ടും മിങ്കിൾ ചെയ്ത് പോകുന്നുണ്ട്. അവരായിരിക്കും അവരെ പാർട്ടിക്കാരാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയില്ല. എൻ്റെ മനസ്സിലൊരു ഇതുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ എൻ്റെ അനിയത്തി മത്സരിക്കാവുന്ന ഏത് പാർട്ടിയാണ് ഞാൻ വോട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ അച്ഛൻ നിന്ന് എനിക്ക് അച്ഛൻ മരണപ്പെട്ട് അല്ല ബന്ധുക്കളിൽ നിന്ന് അങ്ങനെ വോട്ട് ചെയ്യും. അപ്പോൾ അത് അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ വ്യക്തമായിട്ടൊരു പാർട്ടി എനിക്ക് ഉണ്ടായിരുന്നു. ദേശീയ പാർട്ടിയിലെ ഒരു അംഗമായിരുന്നു ഞാൻ. ഇപ്പോൾ ഞാൻ എല്ലാവരെയും ഒരുപോലെ കണ്ട് എല്ലാവരുമായിട്ട് ഒരുമിച്ച് മിങ്കിൾ ചെയ്ത് പോകുന്നു. ഇപ്പോൾ എല്ലാവർക്കും വിളിച്ച് വെച്ചിട്ട് കാരണം ഞാൻ എൻ്റെ പഴയ ഫോട്ടോസുകൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഞാൻ ഏത് പ്രസ്ഥാനത്ത് വിശ്വസിച്ചിരുന്നു അറിയാൻ പറ്റും. പിന്നെ എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ശബരിമല വിഷയങ്ങൾ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ എനിക്ക് വിഷമങ്ങളുള്ളതുകൊണ്ട് ഞാൻ അതിന് സമരം ചെയ്തു അവരോടൊപ്പം നിന്നിട്ടുണ്ട്. അപ്പം വളരെയധികം നന്ദി ചേട്ടാ, ഇത്രയും നേരം നമ്മളോടൊപ്പം സഹകരിച്ച് ചേട്ടൻ്റെ വിലപ്പെട്ട സമയങ്ങൾ തന്നെയാണ് നമ്മൾ ചോദിച്ചെടുത്തത്. കാരണം ഈ ഒരു സമയത്ത് മണിക്കൂറിനുള്ളിലും ചേട്ടന് ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. കാരണം അത്രത്തോളം ആവശ്യക്കാർ കൂടി വരുന്നൊരു കാര്യമുണ്ട്. കാരണം അവരെ ഒന്നും നോ എന്ന് ചേട്ടൻ പറയുന്ന കണ്ടിട്ടില്ല. ഇപ്പോൾ വരാം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ആ ഒരു വർക്ക് തീർത്തിട്ട് മാത്രമേ വിശ്രമം ഉള്ളൂ എന്ന് തോന്നുന്നു. അതെ, അപ്പോൾ എന്തായാലും വളരെയധികം നന്ദി. ഇനി നമുക്ക് കണ്ടുമുട്ടാം പുതിയ അധ്യായം. പ്രേക്ഷകർക്ക് ഒരുപാട് അറിവുകൾ പകരാനുണ്ട്. അങ്ങനെ വീണ്ടും നമുക്ക് ഒരുപാട് കഥകളുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് വീണ്ടും കാണാം ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും. അപ്പോൾ ഇനി പുതിയൊരു അതിഥിയും വിശേഷവുമായി ജീവനത്തിൽ മറ്റൊരു ദിവസം കാണാം. നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.